നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നാടിനെ നടുക്കിയ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി 2 പേരെ വെട്ടിക്കൊന്നിരിക്കുന്നു. സുധാകരൻ എന്ന 58-കാരനെ, അദ്ദേഹത്തിൻ്റെ അമ്മ ലക്ഷ്മി എന്ന 76-കാരിയെ. ഈ പ്രതിയാകട്ടെ നേരത്തെ ഒരു കേസിലകത്തായിരുന്നു. പിന്നീട് ജാമ്യം ലഭിച്ച് പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഈ കൊലകൾ ചെയ്തിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥകളെ ദുരുപയോഗം ചെയ്യുന്ന കുറ്റവാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പ്രതികൾ ജാമ്യ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നാണ് പൊതുവേദി ചോദിക്കുന്നത്. പ്രത്യേകിച്ച് നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ, അഭിഭാഷകർ, അതുപോലെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ നിയമവുമായി ബന്ധപ്പെട്ട് സേവനങ്ങൾ അനുഷ്ഠിച്ച ആളുകളിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഇത്തവണ പൊതുവേദിക്കുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ കായംകുളത്ത് നിന്ന് മൊയ്തീൻ കുഞ്ഞാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, നമുക്ക് ഇവിടുത്തെ ഈ കുറ്റവാളികളുടെ ഈ പ്രവൃത്തികളിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഇവർക്ക് നിയമത്തെ ഭയമില്ല എന്നാണോ? നമസ്കാരം മനു. നമസ്കാരം. ഇത് ഈ കർശന ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചു കൊടുക്കാവുള്ളൂ. അതായത് ജില്ലയെ കടക്കാൻ പാടില്ല, ആ വ്യവസ്ഥയിൽ കൊടുക്കണം. എനിക്ക് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട കോടതികളോടാണ് ഒരു റിക്വസ്റ്റ് ആണ്. ഒരു പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ FIR ഇട്ട ഒരാള് ഒരു കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കാനാണ്. ആ അപേക്ഷയ്ക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ദിവസം ഈ പറയുന്ന വ്യക്തി ആ കോടതിയിൽ ഹാജരായിരിക്കണം എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്ന് വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ ഒഴിവാകും. അല്ല, അത് കാരണം തീർപ്പ് കൽപ്പിക്കുന്ന ദിവസം എന്തായാലും പ്രതികൾ ഹാജരാകണം. ശിക്ഷിക്കുന്ന ദിവസമല്ല, ശിക്ഷയല്ല, ഒരു മുൻകൂർ ജാമ്യത്തിന് ഒരു കോടതിയിൽ കൊണ്ടുപോയി ഒരു മുൻകൂർ ജാമ്യത്തിന് ഫയൽ ചെയ്താല് അതെ, അതിനൊരു ഉത്തരവ് ഉണ്ടാകുന്ന ദിവസം ഈ പ്രതി കോടതിയിൽ ഹാജരായിരിക്കണം. കാരണം അവരെ മറ്റൊരു കോടതിയിലോട്ട് പോകാനുള്ള സമയം കൊടുക്കാതെ അവിടെ നിന്ന് തന്നെ പോലീസിന് കസ്റ്റഡിയിൽ. ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാക്കണം എന്നാണ് മൊയ്തീൻ കുഞ്ഞ് പറയുന്നത്. ഏതായാലും ഇന്ന് ഈ പാലക്കാട് നടന്ന സംഭവം അത് വളരെ വളരെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒന്നാണ്. കൊലക്കേസ് പ്രതി ജയിലിൽ കഴിയുകയായിരുന്നു. ആ ചെന്താമര എന്ന ആ പ്രതിയാണ് അയൽവാസിയായ നെന്മാറ പോത്തുണ്ടി സ്വദേശിയായ സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്. ഇപ്പോൾ സുധാകരൻ്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ചെന്താമരാക്ഷൻ ജയിലിൽ കഴിയുന്നിരുന്നു. കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ചെന്താമരാക്ഷൻ ഇന്ന് രാവിലെ സുധാകരൻ്റെ വീട്ടിലെത്തി അമ്മയും മകനെയും കൊലപ്പെടുത്തുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പലപ്പോഴും ഇത് പോക്സോ കേസുകളിലാണ് നമുക്ക് പ്രകടമാകുന്നത്. പോക്സോ കേസ് പ്രതികൾ പലപ്പോഴും ഇങ്ങനെ ഈ ജാമ്യത്തിലിറങ്ങുകയും വീണ്ടും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പോക്സോ കേസിലെ വിവരം, അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു, പിന്നീട് ജാമ്യം ലഭിച്ച് വീട്ടിലെത്തി വീണ്ടും പീഡനം തുടരുന്നു എന്ന് പറയുമ്പോൾ ഈ ജാമ്യ വ്യവസ്ഥ എങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ ഉപകരിക്കുമെന്ന സംശയം ഉയരുകയാണ്. നമ്മുടെ അടുത്ത കോളർ വടകരയിൽ നിന്നുള്ള ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഈ നിയമത്തിൻ്റെ പഴുതുകളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുകയാണ്. ഇത് തടയാൻ ആര് മുൻകൈ എടുക്കണം എന്നാണ് ശ്രീ ബാലകൃഷ്ണൻ കരുതുന്നത്? നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ഈ നിയമവ്യവസ്ഥ നിയമത്തിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അതിന് മുമ്പേ പ്രവർത്തിക്കേണ്ടത് പോലീസാണ്. കേരളത്തിലെ പോലീസ് എത്രയോ നിഷ്ക്രിയമായിട്ടില്ല പ്രവർത്തിക്കുന്നത്. ക്രിമിനലുകൾക്കും അക്രമകാരികൾക്കും അഴിഞ്ഞാടാനുള്ള ഒരു കേരളമായിപ്പോയി. ഇത് നമ്മളിങ്ങനെ പറയാന്നല്ലാതെ, നമ്മളിങ്ങനെ ചർച്ച ചെയ്യാന്നല്ലാണ്ട് ഇതിനൊരു പരിഹാരം എവിടെ ഉണ്ടാകുന്നില്ലല്ലോ. ഒന്നുകിൽ ജനങ്ങൾ തീരുമാനിച്ചൊരു പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ പോലീസ് അധികാരികൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭരണാധികാരി. ഒന്നും ശ്രദ്ധിക്കാത്തിടത്തോളം കാലം നമ്മൾ ഏത് നിമിഷവും ഒരു അപകടത്തിൽ പെടുമെന്ന് പ്രതീക്ഷിച്ചാണ് നടക്കണം നമ്മളും മക്കളും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബാലൻ പാലക്കാട് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലൻ, കുറച്ച് ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. ഗുഡ് ഈവനിങ്.
ഈ പാലക്കാട് നിന്നാണ് ശ്രീ ബാലൻ ഈ വാർത്ത വന്നിരിക്കുന്നത്. നെന്മാറയാണ്. നെന്മാറ സ്വതവേ നല്ലൊരു സ്ഥലമാണ്, എനിക്കറിയാവുന്ന നിരവധി പേർ അവിടെ ഉണ്ട്. പക്ഷെ വ്യക്തി വൈരാഗ്യം ഇങ്ങനെ മൂത്ത് ഇത് നെന്മാറയുടെ പ്രശ്നമല്ലത്. നമ്മുടെ നാട്ടിലെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഓരോ കേസിന്റെ, അതായത് നല്ല കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് ഈ പരോള് കൊടുക്കുക, അതന്നെ ഈ ജാമ്യ വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാലേ അത് കുറച്ച് കർശനാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു അമ്മയ്ക്ക് ശ്വാസമുട്ട എന്ന് പറഞ്ഞാൽ പോലും കൊടും കുറ്റവാളികളെ പോലും പിന്നെ പരോളിൽ കൊടുക്കുന്ന സമയമാണ് ഇപ്പോ. ഞാൻ ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഞാൻ പറയുന്നില്ല. ഒരു കോടതിക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് ശിക്ഷിക്കാനേ കഴിയുള്ളൂ. ജയിലിലാക്കി കഴിഞ്ഞാൽ ജയിൽ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് സർക്കാരാണ്. അത് ഏത് പാർട്ടി ആയിക്കട്ടെ, സർക്കാരാണ് അതിന്റെ നടപടികൾ കൊണ്ടുപോകുന്നത്. ഇവിടെ എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജയിൽ സൂപ്രണ്ടാണെങ്കിലും ആരാണെങ്കിലും ഇതിലൊക്കെ ഇടനിലക്കാരെ വെച്ച് രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ശിക്ഷകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത്തരം പിന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്തുള്ള ജയിലിൽ കിടക്കുന്ന ആളുകളിൽ അവരുടെ ഒരു മൈൻഡ് ഇപ്പൊ പൊതുവെ ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാൻ പറ്റില്ലേ? പറ്റാതിരിക്കില്ലല്ലോ. കാരണം ഒരു കുറ്റകൃത്യം ചെയ്ത് തന്നെ ഒരു മാനസാന്തരം വരിക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കുറച്ച് ദിവസം കിടന്നവർക്ക് അറിയാൻ പറ്റും. പക്ഷെ അതില്ല. ഞാൻ കിടന്നല്ല പറയുന്നത്, കിടന്നവർക്ക് അറിയും. ഇതിപ്പോ ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പക്ഷേ സാധാരണക്കാരന് വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ബാലകൃഷ്ണൻ മുന്നേ പറഞ്ഞ ആളെ പോലെ നിയമം കയ്യിലെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാൻ പോവാണ്. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് നല്ലതല്ല. എത്ര പറയുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സ്കറിയ ചെറുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. സ്കറിയ, ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ജനങ്ങൾ വളരെ ശാന്തരായിട്ട് ജീവിക്കുന്ന ഒരിടമാണ്. കർഷകർ കൂടുതലുള്ള സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെ വ്യക്തിവൈരാഗ്യം മൂത്ത ഒരാൾക്ക് ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊല ചെയ്യാൻ കഴിയുന്നു എന്നതിൻ്റെ അർത്ഥം നിയമത്തെ ഒരണു പോലും പേടിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയല്ലേ? അതെ 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 മനു. അതിന് കാരണമുണ്ട്. ഈ ജാമ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനൊരു അനുഭവസ്ഥനാണ്. ഞാനൊരു പൈസ കടം കൊടുത്തിരുന്നു, അതിന് ചെക്ക് തന്നിരുന്നു, അവൻ പൈസ തന്നില്ല, കോടതിയിൽ പോയി വിധി മേടിച്ചു ഞാൻ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. അപ്പോൾ അവൻ ഞാൻ പൈസ കൊടുത്ത ആള് ജാമ്യത്തിൽ ഇറങ്ങുകയും ആ കേസിൽ വിധി വന്നു. അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കേസിൽ വിധി വന്നു. 6 ലക്ഷം രൂപ കൊടുത്തതിന് 9 ലക്ഷം രൂപ തരണമെന്നും 3 മാസത്തെ കടം തടവും രണ്ടും കൂടി ഒരുമിച്ച് വിധിച്ചു. 3.5 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കിട്ടാൻ സാധ്യതയുള്ളൂ. അവൻ അപ്പീലിന് പോകാന്ന് പറഞ്ഞു. 3.5 കൊല്ലം കഴിഞ്ഞ് 6 കൊല്ലമായി. ഈ ജാമ്യം അന്ന് എടുത്ത ആൾക്കാർ ഇവൻ എവിടെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ പോലീസുകാർ നമ്മളോട് ദാക്ഷ്യമായിട്ട് പറയുന്നതിനാണെന്നറിയോ? ആദ്യം ഞാൻ കേസ് കൊടുത്തെന്ന് പറഞ്ഞ് ഇപ്പോ സാമ്പത്തിക കേസ് പോലീസിലല്ല, നീ കോടതിയിൽ പോകും. ഞാൻ കോടതിയിൽ പോയി. ഞാൻ ഈ ഓർഡറുമായി വരുന്നു. അപ്പീൽ കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സർക്കിൾ എന്നോട് മോശമായി പറഞ്ഞു, ഇതൊന്നും ഞങ്ങളുടെ അറിവിൽ വരുന്ന കാര്യമല്ലടോ, നീ പിന്നെയും കോടതിയിൽ പോയിട്ട്. ഞാൻ ചോദിച്ചു, ഇവിടെ സിഗരറ്റ് പിടിക്കുന്നവനെ പിടിക്കുന്നില്ലേ? ജാമ്യം നിന്ന ആളെ പിടിക്കണ്ടേ? ഇവൻ എവിടെയാണെന്ന് അറിയണ്ടേ? എനിക്ക് എന്റെ കാശ് കിട്ടണ്ടേ? ഇവൻ ശിക്ഷിക്കപ്പെട്ടതല്ലേ, കിടക്കണ്ടേ? നിങ്ങൾ അന്ന് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യേണ്ടതല്ലായിരുന്നോ? നീ എന്നെ നിയമം പഠിപ്പിക്കണ്ടെന്ന് പറയുന്ന പോലീസുകാർ എവിടെയുള്ളത്? ജാമ്യ വ്യവസ്ഥയിൽ ജാമ്യം നിൽക്കുന്ന എന്തിനാ? ഈ കക്ഷി ഇവിടെ ഇല്ലെങ്കിൽ ജാമ്യം നിന്ന ആൾക്കാർ അതിന്റെ പരിഹരിച്ചോളാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജാമ്യം നിൽക്കുന്നത്. അത് ബാങ്കിലാണെങ്കിലും അതെ, പോലീസ് സ്റ്റേഷനിലാണത്, കോടതിയിലാണ് അത്. ഇത് 10-50,000 കെട്ടിവെക്കുക, അല്ലെങ്കിൽ 10-20,000 കെട്ടിവെക്കുക, അല്ലെങ്കിൽ ഭൂമി ഇതിന്റെ നികുതിയുടെ റെസീറ്റ് കൊടുക്കുക, ജാമ്യം നിൽക്കുക, പ്രതി മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കൈവലർത്തുക, അല്ലേ? അതെ, ജാമ്യക്കാരനായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അല്ലെ ജാമ്യം നിൽക്കാൻ പാടില്ലല്ലോ. അതെ, ജാമ്യക്കാരനെ പിടിച്ച് അകത്തിടുക വേണ്ടത്. ഇവിടുത്തെ പോലീസ് സംവിധാനം മാറണം. ഒരു ജഡ്ജോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റോ കോടതിയിൽ വിധിച്ചാൽ പിന്നെ ആ വിധിയെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് ജയിലിൽ ചെന്നിട്ടുണ്ടോ അവിടെയാണ് നടക്കണ്ടേ. അപ്പൊ ഇവിടുത്തെ ഞാൻ ആദ്യം തുടങ്ങിയ മനുവിനറിയാം. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ പോലീസ് മോശമാണ്. പാവപ്പെട്ടവനെ കാണുമ്പോൾ അവന് പുച്ഛമാണ്. കൊടും ഭീകരതയെ കാണുമ്പോൾ ഇപ്പം തന്നെ ലൈവായിട്ട് കാണിക്കുന്നില്ല. സർക്കിൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് പോലീസ് ജീപ്പിന്റെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കുക. എന്തൊരു എളിമ. അപ്പൊ ഇതല്ല ജാമ്യ വ്യവസ്ഥ കർശനമാക്കണം. ഈ 5,000-10,000 ഒന്നും അല്ല ജാമ്യ വ്യവസ്ഥയിൽ കൊടുക്കണ്ടേ. പിന്നെ ശിക്ഷിക്കപ്പെടുന്നവന് ഒരിക്കലും പരോൾ കൊടുക്കരുത്. അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു, സഹോദരങ്ങൾ മരിച്ചാൽ ഒരു ദിവസം കൊണ്ട് കാണിച്ചിട്ട് കൊണ്ടുവന്നോട്ടെ. പരോൾ കൊടുക്കരുത് മനു. അതെ, ഈ കൊടും ക്രിമിനലുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വളരെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരോട് ഒരു ദയയും ദാക്ഷിണ്യവും നിയമത്തെ ആവശ്യമില്ല. ഇപ്പൊ പരോളിൽ ഇറങ്ങിയതിന്റെ പേരിൽ ആ കൊച്ചിന്റെ നിലവിളി കേട്ടോ. എനിക്ക് 2 പെൺപിള്ളേരാ. ഈ 4 പെൺപിള്ളേർ. ആ കൊച്ചിന്റെ നിലവിളി കേട്ടോ. എന്നെയും കൂടെ കൊല്ലാൻ മേലായിരുന്നോ? ഞങ്ങൾ പരാതി 29-ാം തീയതി കൊടുത്തിട്ടും നിങ്ങൾ നടപടി എടുത്തില്ല പോലീസുകാർ. അതാ ഞാൻ ചോദിച്ചു, എന്തൊരു എളിമ. സർക്കിളിന് എന്തൊരു എളിമ. പോലീസ് ജീപ്പിന്റെ മുന്നേ പോയി നിന്ന് ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിരുന്ന അവർക്ക് അധികാരമില്ലേ ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റാൻ? പോലീസുകാർക്ക് അധികാരമില്ലേ? ഇവിടെ പാവപ്പെട്ടവൻ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഒരു 500 മേടിച്ച് ഷെയർ വെക്കുന്നവനെ
തോട്ടിലിട്ട് ഓടിച്ചിട്ട് പിടിക്കുക. ഒരു പുക പിടിക്കുന്നവനെ പിടിച്ചിട്ട് കുമ്പസാരി ഇടി കൊടുക്കുകയും ചെയ്യുന്ന പോലീസല്ല ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇല്ല. ഇവിടെ പോലീസിന് കർശനമായ ഒരു നിയന്ത്രണമില്ല. പോലീസ് ഏകാധിപത്യം. പോലീസിനും നമ്മുടെ ജനവും നിയമം പാലിക്കാൻ തയ്യാറാകണം. അതുപോലെ അധികാരികൾ നമ്മുടെ നികുതി പണം മേടിച്ച് വണ്ടിയിൽ കറങ്ങി നടക്കുന്നവരും അതിന് തയ്യാറാകണം. ശ്രീ സ്കറിയുടെ നിലപാട് വളരെ വളരെ വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ബാബു വിളിക്കുന്നു. ശ്രീ ബാബു, ഈ കൊലയാളികൾക്ക് ഒരു ഭയവുമില്ല, നിർബാധം ഇറങ്ങി നടക്കുന്നു. മറ്റൊന്ന്, ഏറ്റവും ക്രൂരമായി വരുന്ന കൊലപാതകങ്ങൾ അവർ പിന്നെയും നടത്തുന്നു. പോക്സോ കേസിൽ കുടുങ്ങിയവൻ ഇറങ്ങുന്നു, വീണ്ടും കുട്ടിയെ തട്ടിക്കൊണ്ടു. ഷാജി പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷാജി, കേൾക്കാമോ? എന്താണ് ഈ നിയമം നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന് കുറ്റവാളികൾക്ക് ഇത്ര ഉറപ്പ് കിട്ടുന്നതിന്റെ ഒരു സാഹചര്യം എന്താണ്? ഞാൻ ഗൾഫിൽ ജോലി ചെയ്ത സമയത്ത് അവിടെ ഒരു പാകിസ്ഥാൻകാരൻ മരിച്ചപ്പോ 17 ഇന്ത്യക്കാർക്കാണ് വധശിക്ഷ വിധിച്ചത് കോടതി. അത് ശരി. അതുപോലെ തന്നെയാണല്ലോ കഴിഞ്ഞ നാട്ടൊക്കെ കോഴിക്കോടുള്ള ഒരു റഹീം എന്ന് പറഞ്ഞ ആളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇവിടെ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തുകയാണ്. ഒരു വിലയുമില്ല നിയമത്തെ, നടക്കുകയാണ് അല്ലേ? അതെ 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 യെസ്, വ്യക്തമാണ്. ഏതായാലും അതിനൊക്കെതിരെ ഒരു കർശന നടപടി വേണം എന്ന് പലരും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ ജോലി ചെയ്തവർക്ക് അറിയാം, മറ്റു പല നാടുകളിൽ നിയമം കുറെ കൂടി കർശനമാണ് എന്നവർ പറയുകയും ചെയ്യുന്നു. ഗോളാന്തരം യാത്ര നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എത്തിയിരിക്കുന്നു. എനിക്ക് നമസ്കാരം പറയുന്നു. ഗോളാന്തര യാത്രയ്ക്കും എൻ്റെ നമസ്കാരം, ആശംസകൾ. ജയകുമാർ പറയുന്നു, സാർ നമസ്കാരം. പരോൾ കൊടുക്കുമ്പോഴോ ജാമ്യം കൊടുക്കുമ്പോഴോ ഒരുപാട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അത് പ്രൊബേഷണറി ഓഫീസർമാരോ പോലീസുകാരോ അത് പാലിക്കാറില്ല. ഈ കുടുംബത്തിന് പരാതി ഉണ്ടായിട്ട് പോലും ഒരു നടപടിയും എടുത്തില്ല എന്ന് ജയകുമാർ പറയുന്നു. ജയകുമാർ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഇന്ന് അദ്ദേഹം യൂട്യൂബിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഗോളാന്തര വാർത്തയ്ക്കും ജയകുമാർ നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവർ പറയുകയാണ്. അടുത്ത പ്രേക്ഷകൻ ശ്രീ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ മുഹമ്മദ്, ഈ പോലീസിനെ ആർക്കും ഒരു ഭയമില്ല. ഈ നിയമ സംവിധാനത്തെ കുറ്റവാളികൾ ഇതൊക്കെ എളുപ്പത്തിൽ മറികടക്കാവുന്ന ഒരു കടമ്പ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ശ്രീ മുഹമ്മദ്? നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോ വലിയ സംഖ്യ കൊടുത്ത് നമ്മള് ജാമ്യം കിട്ടിയെന്ന് തന്നെ കൂട്ടുക. അപ്പോൾ കർശന ഉപാധികളോട് കൂടി ജാമ്യം കൊടുത്തു എന്നാ പറയുന്നത്. കർശന ഉപാധികൾ വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കൽ അവിടെ ചെന്ന് ഒപ്പിട്ട് പോരുക, പിന്നെ ഈ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു കർശന ഉപാധിയാണ് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത്. പക്ഷേ ഒരാഴ്ചയിൽ പോയിട്ട് ഒപ്പിടുന്നതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്തരം കൊലപാതകങ്ങളും നടത്താം ഈ കക്ഷിക്ക്. ആഴ്ചയിൽ പോയി ഒപ്പിട്ട് രാജ്യം വിട്ടു പോകാൻ പാടില്ല, ഈ ജില്ല വിടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയല്ല. അപ്പൊ അതിനിപ്പോ ഈ മുൻ പ്രേക്ഷകൻ പറഞ്ഞ മാതിരി കർശന ഉപാധികളോടെ ഇതിന്റെ കാര്യങ്ങൾ കൊടുക്കണം. കാരണം 2 ആളെയാണ് കൊന്നിട്ടിരിക്കണത്. ഇങ്ങനെ പലരെയും കൊല്ലുകയാണ്. അപ്പൊ ഈ കൊല്ലലൊക്കെ ഒഴിവാണെങ്കിൽ ആ ജാമ്യ വ്യവസ്ഥിതി ഇപ്പോഴുള്ളത് ബഹുമാനപ്പെട്ട കോടതി മാറ്റുമെന്നാണ് എന്റെ വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. ധനപാലൻ നമുക്കൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ ധനപാലൻ, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചാത്തന്നൂരിൽ നിന്നാണ്. യെസ്, ശ്രീ ധനപാലന് എന്ത് തോന്നുന്നു ഈ വാർത്ത? ഇത് ഇവരും നരഭോജിയാണ്. 2 ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്നു ഒരു കടുവ 5-6 പേരെ തിന്നുന്നു, കൊല്ലുന്നു, കടിച്ചു, ഭീതി പടർത്തുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇവന്റെ പാപം വന്നേക്കുന്നത്. അപ്പൊ ഇവനും നരഭോജിയാണ്. ഇവനും വെടിവെച്ച് കൊല്ലുക വേണ്ടത്. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലുക വേണ്ടുന്നത്. ഇവർക്ക് സപ്പോർട്ട് കോടതിയും പോലീസും ഉണ്ടെന്നുള്ളതാ. പോലീസിന് ഇവര് പോലീസിൽ പോയി പിടിച്ചുകൊണ്ട് കൊടുത്തിട്ട് അവിടെ ചെന്നിട്ട് ഇവര് തീർച്ചയായും വീണ്ടും 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 ഇവർക്ക് നല്ല കരുത്തോടെ ഇറങ്ങി വരും. അവിടെ ചെന്ന് ഉള്ള ആഹാരം തിന്ന് നല്ല കോഴിയിറച്ചി തിന്ന് നല്ല 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 കൂട്ടുകെട്ടായി ഇവിടെ ഇറങ്ങിയ കഞ്ചാവും മറ്റും ഉപയോഗിച്ച് MDMA ഉപയോഗിച്ചുകൊണ്ട് ഇവര് തീർച്ചയായും വീണ്ടും 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 കുഞ്ഞുങ്ങൾക്കും ഇവിടെ ജീവിക്കാമേ നാട്ടിൽ. ഇവിടെ നല്ല അവിടെ എവിടെ കേരളത്തിൽ ജീവിക്കാനായിട്ട് ഒരു അവസ്ഥയായിട്ട് സത്യമാണ്. കേൾക്കുമ്പം തളരുക മനസ്സിൽ. കാരണം എന്തോ ഇവരൊക്കെ കാണിക്കുന്നുള്ള മനുഷ്യനാണോ എന്നുള്ളത് മനുഷ്യത്വമില്ലാത്ത ജീവിതങ്ങളാ ഇവരൊക്കെ കാണിച്ചു കൂടുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരും. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസന് എന്ത് തോന്നുന്നു? ഈ കൊലകൾ അവസാനിക്കാൻ എന്ത് നടപടി സ്വീകരിക്കണം ശ്രീദാസൻ? മനു, ഇത് കുറേയേറെ നമ്മളെ നിയമത്തിന്റെ തകരാറ്. കോടതികളിൽ ഉണർന്ന് പ്രവർത്തിക്കുക. ഇത്തരം നരാധവന്മാരെ കൃത്യമായിട്ടും വെളിച്ചം കാണാൻ വിടവ്. ഇവരെ കഠിന തടവിനെ ശിക്ഷിച്ചു. ഇവരൊന്നും ഒരു കാരണവശാലും എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. കാര്യം കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് കഴിവുള്ള ആൾ എന്തെങ്കിലും പിടിപാടുള്ള ആളാണെങ്കിൽ അവർക്ക്
പെട്ടെന്ന് മുൻകൂർ ജാമ്യം, എല്ലാ ജാമ്യങ്ങളും പെട്ടെന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ കിട്ടുന്നുള്ള കോടതി നമ്മളെ സാധാരണക്കാരന് പറയാന്നല്ലാതെ കോടതിയെ പറ്റി ഒന്നും പറയാൻ പറ്റും. എന്തെല്ലോ ഒരു തിരിമറികൾ നടക്കുന്നുണ്ട്, അത് ഉണ്ടാകാൻ പാടില്ല. കോടതി കൃത്യമായിട്ട് ഇടപെട്ടിട്ട് ഇങ്ങനെയുള്ള ഈ ആൾക്കാർ ജാമ്യം കൊടുക്കണമെന്ന് പറയാനുണ്ട്. അതിന് സമയം കളയുന്നില്ല. യെസ്, വ്യക്തമാണ്. ഉണ്ണികൃഷ്ണൻ ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ അവിടെ 2 മാസമായി ഉണ്ടായിരുന്നു. നാട്ടിൽ ഇയാൾ എത്തിയപ്പോൾ നാട്ടുകാർക്ക് ഭയാശങ്കയുണ്ടായിരുന്നു. ഇയാൾ വീണ്ടും ആരെങ്കിലും കൊല്ലുമോ എന്ന സംശയം നാട്ടുകാർക്കുണ്ടായിരുന്നു. വാർഡ് മെമ്പറെ അവർ കണ്ടു, പോലീസിനെ അറിയിച്ചു. എന്നിട്ടും പ്രതി സുഖമായി പിന്നെയും പോയി കൊല ചെയ്തു. ഇതിൽ നിന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ എന്ത് മനസ്സിലാവുന്നു? നമ്മൾ ഈ കേസിന്റെ മാത്രം കൂടെ പറയല്ല, കുറച്ചുകൂടെ കയറ്റി പറഞ്ഞ ജയിലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ സുഖലോലമായ ജീവിതങ്ങൾ, ഭക്ഷണക്രമങ്ങൾ, കോടിയേരി സഖാവിന്റെ കാലഘട്ടത്തിലാണ് ആ വ്യത്യാസമൊക്കെ വന്നത്. ജയിലിൽ കിടക്കുന്നവരെ അങ്ങനെ അങ്ങ് പീഡിപ്പിക്കണ്ട എന്നുള്ള അവരെ തിരുത്തുക എന്നും പറഞ്ഞ് ഇപ്പൊ അവരെ കൂടുതൽ ഉഗ്ര ശേഷിയുള്ള കുറ്റവാളികളാക്കി മാറ്റുന്ന രീതിയാണ് ഇപ്പൊ വരുന്നത്. പക്ഷേ അല്ലേ, ഇല്ലാതെ ആഹാരക്രമത്തിനാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പറയും, ഈ ആഹാരം ഇത്തിരി നമ്മൾ വെളിയിൽ ഈ കിടന്ന് കഷ്ടപ്പെട്ട് 1 മാസത്തെ കഠിന അധ്വാനം ചെയ്തിട്ട് പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെങ്ങാനും കിട്ടുമോ? മട്ടനൊക്കെ കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇപ്പൊ ആഴ്ചയിൽ തന്നെ നമ്മൾ ഇപ്പൊ മീനും ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങ് ചിന്തിക്കുകയോ ഈ ആഴ്ച വാങ്ങിക്കും, ഇപ്പൊ എനിക്ക് അടുത്ത ആഴ്ച വാങ്ങിക്കണ്ട, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ അവിടെ അതിസുഖമായ സംഭവം. പിന്നീട് 1 കിലോ മട്ടൻ ഏതാണ്ട് 900 രൂപ മറ്റാണ് വില. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പം ഈ നേരത്തെ രണ്ടാമത് ഇപ്പൊ ചേട്ടാ ഒരു കാര്യം പറഞ്ഞില്ലേ, അവിടുത്തെ സൗകര്യങ്ങൾ കുറച്ച് കൂടിപ്പോയി. എന്ന് കഴിഞ്ഞാൽ വിസിറ്റേഴ്സിന് സമയമൊന്നും ഇല്ലാതെ വേണമെങ്കിലും ഇച്ചിരി വലിയ കുറ്റവാളിയാണെങ്കിൽ കയറി കാണാം. പിന്നെ ഭയങ്കര ഇത്. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിക്കാർ തന്നെ ബഹുമാനം വെച്ച് സ്വീകരിക്കുന്ന രീതിയിൽ ഈ പ്രതിയിലല്ല, ഞാൻ മൊത്തത്തിൽ പറയാം. ഇപ്പൊ ഈ പ്രതിക്ക് സംബന്ധിച്ചത് ഈ പ്രതി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ചിലപ്പം ആണാവാം പെണ്ണാവാം, അവരൊക്കെ അങ്ങ് മെന്റലി ഡിസോർഡറിങ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പക്ഷെ അവരെ സമൂഹത്തിൽ നമ്മൾ ഇവരെ അങ്ങ് ഒരു രീതിയിൽ അങ്ങ് കാണും. പക്ഷെ അയാൾ വിചാരിക്കുന്നത് നമ്മൾ ഇയാളെ നോക്കുന്നത് വേറെ എന്തോ ഒരു അർത്ഥത്തിലാണ്. ഇതിപ്പം ആ 18 മറ്റേ ചേച്ചിയെ കൊന്ന സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇയാളെ നമ്മളുടെ ട്രീറ്റ്മെന്റും കൂടെ ഒക്കെ നോക്കണം. ഇയാൾ ഏതൊക്കെ രീതിയിൽ ഇതൊക്കെ എനിക്കൊന്ന് ജന്മയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ രോഗമായിരിക്കും നമ്മൾ നോക്കിച്ചിരിക്കുന്നത്. പുച്ഛമായിട്ട് ഇയാളെ പുച്ഛിച്ചതാണോ, എന്നെ പറ്റിയാണോ അവർ പറഞ്ഞത്? എന്നെയാണോ ചിരിക്കുന്നത്? എന്നോ ഇത്തരത്തിലൊക്കെ എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇത്രയും രൂക്ഷമായിട്ട് ഈ ശിക്ഷ കിട്ടി ഇറങ്ങി ജാമ്യത്തിൽ നിൽക്കുന്നു. പിന്നെ ആ 2 പേരെ കൂടെ ചെയ്യണമെങ്കിൽ അവരുടെ മനസ്സിൽ ഇയാളെ കുടുംബജീവിതം ഇവര് തന്നെ നശിപ്പിച്ചു എന്നുള്ളത് തോന്നാൻ അങ്ങ് ആയിക്കാണും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ ബാബു വിളിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് അല്ലേ? ശ്രീ ബാബു, ഹലോ. പത്തനംതിട്ടയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പത്തനംതിട്ട മല്ലപ്പള്ളി ആനിക്കാട്. മല്ലപ്പള്ളിയിൽ നിന്ന്. യെസ്, ആനിക്കാട്. ശ്രീ ബാബു എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ശ്രീ ബാബു, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ അതിക്രൂരമായ കൊലപാതകങ്ങളെ പറ്റി നിങ്ങളുടെ ഒരു തൊഴിൽ മേഖലയിലൊക്കെ ആളുകൾ എങ്ങനെയാണ് ഇവരെയൊക്കെ പറ്റി പറയുന്നത്? എന്താണ്, അവരൊക്കെ ഭീതിയിലാണോ? എന്റെ അഭിപ്രായം പറയുകയാണെങ്കിലേ, ഈ പരോൾ ഇറങ്ങിയവർക്ക് യാതൊരു കാരണവശാലും അവർ പരോൾ കൊടുക്കാൻ പാടില്ല. ഈ കൊടും ക്രൂരത ചെയ്തവർക്ക് ഒരിക്കലും ജാമ്യം കൊടുത്താൽ തന്നെ പോലീസ് ഒരു നിരീക്ഷണം വേണം. അതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അതാണ് കർശനമായിട്ട് നിയന്ത്രണം, അവരെ നിയന്ത്രിക്കണം. ഓക്കെ, വെരി ഗുഡ്. ഏതായാലും ആനിക്കോട് നിന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളിയായ ബാബു അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയത്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ അപാകതയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുകയാണ് കൃഷ്ണദാസ്, യൂട്യൂബിൽ പ്രതികരിക്കുന്നു. അടുത്ത് തിരുവനന്തപുരത്തു നിന്നാണ് ജിജി എന്നല്ലേ പേര് പറഞ്ഞു? ജിജി കേൾക്കാമോ? ടി വിയിൽ ശ്രദ്ധിക്കണ്ട. കേൾക്കാം. ശ്രീ ജിജി തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? മണ്ണന്തല. ശ്രീ ജിജി, ഇത് കൊലപാതകങ്ങൾ വളരെ ലളിതമായി ആളുകൾ നടത്താൻ കഴിയുന്ന ഒന്നായി മാറിയോ ജിജി? ഇതെന്താ സംഭവിക്കുന്നത്? കൊലപാതകങ്ങൾ ഇങ്ങനെ വളരെ നിർബാധം നടത്താൻ ആളുകൾക്ക് ധൈര്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾക്ക് ധൈര്യം കിട്ടുന്നത് വേറൊന്നും കൊണ്ടല്ല, നിയമത്തെ പേടിയില്ല, ഇവിടുത്തെ നമ്മളെ സംവിധാനത്തെ പേടിയില്ല, പാർട്ടി രീതി തന്നെ. കാരണം നമ്മളെ ഗവൺമെന്റ് അത്ര ശരിയല്ല. കാരണം ആർക്കും എന്ത് വേണോ ചെയ്യാന്നുള്ളവരാണല്ലോ ഇപ്പൊ. അങ്ങനെയാണ് നിയമവ്യവസ്ഥ പോകുന്നതെന്നുകൊണ്ടാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. VC തോമസ് എനിക്ക് എഴുതുന്നു, നമ്മുടെ നിയമവ്യവസ്ഥ പൊളിച്ചെഴുതണം, അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പാർലമെൻറ്റിൽ പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരും. പാർലമെൻറ്റിൽ പുതിയ നിയമ ഭേദഗതി വന്നു, അതല്ലേ ഭാരതീയ ന്യായ സംഹിത. ചില കുറ്റകൃത്യങ്ങൾക്കൊക്കെ അതിൽ ശിക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ
എന്നിട്ടും ഇത് ഭയമില്ല, നിയമത്തെ ഭയമില്ല, നിയമത്തെ ബഹുമാനമില്ല എന്നൊരു സാഹചര്യം വന്നാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ അടുത്ത കോളർ സന്തോഷേ, ഈ ഒരാൾ ജയിലിൽ പോയാൽ അയാൾക്ക് പിന്നീട് ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ ഭയം വേണം, വീണ്ടും ജയിലിലാകും എന്നത്. ഇത് ജയിലിലായാൽ ഇത്രയേ ഉള്ളൂ ജയിൽ, ഇനി പുറത്തിറങ്ങിയിട്ട് വേണം സുഖമായി രണ്ടുപേരെ കൂടി കൊല്ലാൻ എന്ന് ചിന്തിച്ചാൽ വരാനുള്ള കാരണം എന്തായിരിക്കും? ജയിലിലെ സൗകര്യമാണ് ഇതിനുള്ള മെയിൻ കാരണം. കാരണം ജയിലിൽ ശിക്ഷ കൊടുക്കാനാണ്, ശിക്ഷ കൊടുക്കാനാണ്. കാരണം വീണ്ടും ഇറങ്ങുമ്പോൾ ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് അവിടെ ജയിലിലേക്ക് ഇടുന്നത്. ആ ജയിലിലേക്ക് ഇടുമ്പോൾ അവിടത്തേക്കാട്ടും നല്ല സൗകര്യമായി അവിടെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നത്. മനസ്സാക്ഷി എന്നൊരു സാധനം നമുക്കിപ്പോൾ കോഴിയെ കൊല്ലാൻ തന്നെ പറ്റുന്നില്ല. ഒരു കോഴിയെ ഒരു ജീവനാണത്, അതിനെ കൊല്ലാൻ തന്നെ നമുക്കൊരു ഒരു മനസ്സാക്ഷിയുണ്ട്. ഇത് അതുപോലുമില്ല. കാരണം ഈ അറപ്പല്ല സാറേ, നമുക്കൊരു മനസ്സിന് തോന്നില്ല, വേണ്ട തോന്നില്ല. അപ്പൊ ഞാൻ പറയാം, ഇത് ഈ 76 വയസ്സുള്ള സ്ത്രീയെ 76 വയസ്സിലെ അമ്മയും മോനെ കൊന്നേ, അയാളുടെ ഭാര്യയെ 2018 കൊന്നയാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഇയാൾ പറഞ്ഞു 3 ആളെ കൊല്ലുന്നു പറഞ്ഞിട്ടുണ്ട്. അന്ന് പോലീസ് എന്ത് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടില്ല. കാരണം അയൽപക്കത്തുള്ള വേറെ ഒരു സ്ത്രീ, 2 സ്ത്രീകളെ ഇവരെ കൂട്ടുകാരികളെയാണ് കൊല്ലു എന്ന് പറഞ്ഞത്. അന്ന് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ഈ കോടതിയിൽ അത് സമർപ്പിച്ചുകൂടായിരുന്നോ ഇവർക്ക്, പോലീസുകാർക്ക്? എന്നാൽ ഇത് ഇങ്ങനെ സംഭവിക്കും. ഇയാളൊന്നും ഒരിക്കലും പുറത്തേക്ക് വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് തന്നെ അവരുടെ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ 2 സ്ത്രീകളെയും കൂടെ ഞാൻ കൊല്ലുന്നു. കാരണം ഇയാളുടെ ഭാര്യ, ഇയാളുടെ കുടുംബം തെറ്റിപ്പോയാൽ മറ്റുള്ളവരെന്താ ചെയ്യുന്നത്? ഇയാളുടെ ഭാര്യ കൊന്നിട്ടില്ലല്ലോ. ഇയാളുടെ ഭാര്യ ഇയാളുടെ കുടുംബത്തെ ഇയാളൊന്നും ചെയ്തിട്ടില്ല, മറ്റുള്ളവരെയാണ് ചെയ്യുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ എനിക്ക് എഴുതുന്നു, രാധാകൃഷ്ണൻ PR, ജയിലിൽ നല്ല സുഖവാസ കേന്ദ്രമായി ജയിലുകൾ മാറിയിരിക്കുകയാണ്. രണ്ടാമത് കുറ്റം ചെയ്താൽ ഇത്രയേ ഉള്ളൂ എന്നാണ് കുറ്റവാളികൾ ചിന്തിക്കുന്നത്. ക്രിമിനൽ കുറ്റവാളികൾക്ക് ഒരിക്കലും ഒരിളവും കൊടുക്കരുത്. 3ഉം ഇവിടുത്തെ സംവിധാനം അയഞ്ഞ പട്ടം പോലെയാണ് മനു എന്ന് പറയുന്നു PR രാധാകൃഷ്ണൻ്റെ വാക്കുകൾ കുറേയൊക്കെ ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു കൊല ചെയ്താൽ പിന്നെ അത്രയൊന്നും വലിയ വിഷമിക്കേണ്ട ഒരു സാഹചര്യമില്ല, കുറച്ച് ദിവസം ഒന്ന് ജയിലിൽ പോകണം എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ തോന്നാൻ തുടങ്ങിയാൽ നമ്മുടെ നിയമ സംവിധാനം എവിടെ എത്തുമെന്നാണ്. പൊന്നാനി ഇന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ഷാനി എന്നാണോ പേര് പറഞ്ഞത്? ഷാനിൽ ത്രേസ്യ എന്നൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ത്രേസ്യ, ഇതെന്താണ് ഈ ഒരു മനുഷ്യൻ ഇറങ്ങി ആളുകളെ ഇങ്ങനെയുള്ള ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരെ ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെ ജീവിക്കും സാറേ ഈ ലോകത്ത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്തരം കുറ്റവാളികളെ ജാമ്യത്തിൽ വിടരുത് എന്നാണ് പറയാനുള്ളത് അല്ലേ? ഇങ്ങനെയുള്ളവരെയൊക്കെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ കേരള ഗവൺമെന്റിന്റെ പോലീസുകാർ എന്ത് നിയമം നടത്തി തരുമെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഞങ്ങൾ ഭയന്ന് ജീവിക്കണ്ടേ സാറേ ഞങ്ങളെപ്പോലുള്ളവര്? ഞങ്ങൾ എന്തെടുക്കും സാറേ? ഞങ്ങളൊക്കെ ഭിന്നശേഷിക്കാരെ. ഇതൊക്കെ കാണുമ്പോ ഈ കേരളത്തിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പേടി തോന്നുന്നുണ്ട് സാറേ. ഞങ്ങൾ ഭയന്ന് കഴിയും. ഇത് എന്ത് ഭരണം സാറേ? ഇത് എന്ത് പോലീസ് സാറേ? ഇത് ഞങ്ങൾക്കൊക്കെ ഭയം തോന്നുന്നു സാറേ. അതുകൊണ്ട് നല്ല പോണൊന്ന് ഭരിക്കാൻ പറ, നല്ല പോണൊന്ന് എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കാൻ പറ. എന്നും ഇത് കണ്ട് ഭയം തോന്നുന്നു സാറേ. ഏതായാലും അങ്ങനെ ശ്രീമതി ദേശീയ പേടിക്കേണ്ട സാഹചര്യം അവിടെ ഇല്ല. എന്നാൽ ഈ കുറ്റവാളികൾ ഇറങ്ങി നടക്കുന്നു എന്നത് ഒരു കാര്യം തന്നെയാണ്. നമുക്ക് പോലീസ് കുറെ കൂടെ ഉണർന്ന് പ്രവർത്തിക്കും, നിയമ സംവിധാനങ്ങൾ കുറെ കൂടെ ജാഗ്രത പാലിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ശ്രീമതി? വേണം. ഈ കേരളത്തിന്റെ ഒത്തിരിയെങ്കിലും ഒരു ഞങ്ങൾ വോട്ട് ചെയ്യാനെങ്കിലും ജീവിച്ചിരിക്കണ്ടേ സാറേ ഈ ലോകത്ത്? അതൊരു വലിയ ചോദ്യമാണ് കേട്ടോ. ഈ ഭരണകൂടം കേൾക്കേണ്ട ഒരു ചോദ്യമാണ് ഒരു സ്ത്രീ ചോദിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് അവർ വിളിക്കുന്നത്. വോട്ട് ചെയ്യാനെങ്കിലും ഞങ്ങൾ ജീവിച്ചിരിക്കണ്ടേ എന്ന്. എന്തൊരു വൈകാരികമായ ഒരു ചോദ്യമാണത്. ഞങ്ങൾ ജീവിച്ചിരിക്കണ്ടേ? ഞങ്ങൾ വളരെ നന്ദി എടുത്തതിന്, ഫോൺ എടുത്തതിന് സാറിന്. താങ്ക് യു സോ മച്ച് ശ്രീമതി തേജസ്യ. തുടർന്നും വിളിക്കണം. ഞാനും അങ്ങയുടെ വാക്കുകൾ കേട്ട് ഞാനും കുറെ കൂടെ ഊർജ്ജസ്വലനായിരിക്കുകയാണ്. ഇത് വോട്ട് ചെയ്യാനെങ്കിലും മനുഷ്യനെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണ്ടേ എന്നൊരു വീട്ടമ്മ ചോദിക്കുന്നു. സുനിമോൾ എന്നോട് പറയുന്നത് നിയമങ്ങൾ കർശനമാക്കണം, ഇങ്ങനെയുള്ളവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്നു. നമ്മുടെ പതിവ് പ്രേക്ഷകൻ സ്പോർട്സ് ഗുരു എത്തിയിട്ടുണ്ട്. സ്പോർട്സ് ഗുരുവിൻ്റെ യഥാർത്ഥ പേര് ഒന്ന് ഇതിൽ കുറിക്കണം. കാരണം നമ്മൾ സ്ഥിരം കാണുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സ്പോർട്സ് ഗുരു എന്ന് വിളിക്കും.
വിളിക്കുന്നുണ്ട്. അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വിളിക്കാം. എങ്കിലും സ്പോർട്സ് ഗുരുവിൻ്റെ പേരെന്ന് പറയണം. നമസ്കാരം മനുഭായ് എന്ന് പറയുന്നുണ്ട്. നമസ്കാരം സ്പോർട്സ് ഗുരുഭായ്. വികലമായ മനസ്സിൻ്റെ ഉടമകൾ വിരലിലെണ്ണാവുന്നവർ മാത്രം. ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യ. പക്ഷേ നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു ഇവിടെ എന്ന് സ്പോർട്സ് ഗുരു പറയുന്നു. അത് ശരിയാണ്. വികലമായ മനസ്സിൻ്റെ ഉടമകൾ കുറച്ചാണ്. പക്ഷേ അവർ വലിയ സമൂഹത്തെ അവർ ആശങ്കയിലെ മുൾമുനയിൽ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ നമുക്ക് സുരക്ഷിതരായി ജീവിക്കാനുള്ളത് ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. ഏതായാലും സ്പോർട്സ് ഗുരുവും പറയുന്നു ആ നിയമത്തിൻ്റെ ആനുകൂല്യം പലരും ഇങ്ങനെ ലഭിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്ന്. ഗോളാന്തരം യാത്ര പറയുന്നു. കൊലക്കേസിലെ പ്രതികളെ മാലയിട്ട് സ്വീകരിക്കാനും മണ്ഡപം ഒരുക്കാനും കല്യാണം നടത്താനും ഇവിടെ പാർട്ടിക്കാർ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ജയിൽ എന്നാണ് പറയുന്നത്. അതാണ് ഈ ജയിലിൽ പോകുന്ന ആളുകളെ അതൊരു തെറ്റ് ചെയ്താണ് പോകുന്നത് എന്ന് ഒരു പ്രതീതിയല്ല. ജയിലിൽ പോകുന്നത് എന്തോ വലിയ വീരപരിവേഷമുള്ളൊരു കാര്യം പോലെ ആക്കുന്ന ഒരു സാഹചര്യം പലർക്കുമുണ്ട്. സുരി പറയുന്നത് കൊല ചെയ്താലും ജാമ്യം കിട്ടുമെന്നറിയാം, കൊടും കുറ്റവാളികൾക്ക് കോടതി ജാമ്യം നൽകുന്നുവെന്നാണ്. അത് നമ്മുടെ ഒരു നീതിന്യായ സംവിധാനം പറയുന്നത് ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്നാണ്. ഒരാൾ കുറ്റവാളി എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുന്നത് വരെ അയാളെ കുറ്റവാളിയായി കാണേണ്ടതില്ല എന്നാണ്. പക്ഷേ അങ്ങനെ പൂർണ്ണമായി ബോധ്യപ്പെടാൻ എടുക്കുന്ന സമയമാണ് പലപ്പോഴും ഇതിൽ പ്രശ്നമാകുന്നത്. നമ്മുടെ അടുത്ത കോളർ മാമച്ചൻ. ഹലോ, ശ്രീ മാമച്ചൻ എറണാകുളത്ത് നിന്ന് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ എറണാകുളം ടൗണിൽ നിന്നാണ്. എറണാകുളം ടൗണിൽ വരാപ്പുഴ എന്ന് പറയും. വരാപ്പുഴയിൽ നിന്നാണ്. യെസ്, ഓക്കെ. ശ്രീ മാമച്ചൻ എന്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു? ഞാൻ വരാപ്പുഴ. ജോലി എന്താണ്? എന്ത് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു ശ്രീ മാമച്ചൻ ടി വിയിൽ ശ്രദ്ധിക്കുന്നു. സാറേ, ഞാൻ റിട്ടയർഡ് ആണ് സാറേ. റിട്ടയർ ചെയ്തു. ഈ നിയമവ്യവസ്ഥ കണ്ടിട്ട് ഈ ഫോണിൽ എന്നോട് സംസാരിക്കും, ടി വിയിൽ നോക്കണ്ട. റിട്ടയർഡ് ആണ് ഞാൻ. റിട്ടയർ ചെയ്തു. ഓക്കെ. ഈ നിയമവ്യവസ്ഥ കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ ദാരുണമായ ഈ സംഭവത്തില് എനിക്കുള്ള അനുയോജനം ആദ്യം രേഖപ്പെടുത്തിയ ആ കുടുംബത്തോട്. ഏതായാലും പോലീസുണ്ട് എന്ത് ഇതിലാണ് സാറേ ഈ ആൾക്കാരെ, ആ കുടുംബങ്ങളും നാട്ടുകാരും മുഴുവൻ പരാതി പറഞ്ഞിട്ടും ആ പരാതികൾ ശ്രദ്ധിക്കാതെ ഒരു കൊടും ക്രിമിനലിനെ ഇറക്കി വിട്ടു. പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് ഇവിടെ ഇതെന്താ സംഭവിച്ചത്? ഏതായാലും ശ്രീ മാമച്ചൻ, കൂടുതൽ പ്രേക്ഷകർ നമുക്കൊപ്പം വേണ്ടി കാത്തു നിൽക്കുന്നത് കൊണ്ടാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വളരെ വ്യക്തമാണ്. രഘുനന്ദനൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമങ്ങളാണ് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നത് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ കൂടിയാണ്. അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് ഷാനൂർ കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയാണോ? ഇല്ല മനു, നമ്മൾ ഇന്നലെ സംസാരിച്ചില്ല. എനിക്ക് ഇത്തിരി സമയം തന്നായിരുന്നു ഇന്നലെ നമ്മളുടെ ഈ സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കാൻ. നമസ്കാരം മനുജി. നമസ്കാരം. അല്ല, നമുക്ക് ഒരു ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. നമ്മളുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്ന അറിയുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമാണ് സത്യത്തിൽ. അപ്പോ സത്യത്തിൽ ഇത് ഒരു അനാസ്ഥയാണ് അവിടെ നടന്നത്. കാരണം ഇതുപോലെയുള്ള ഒരു കൊലപാതകി ഇറങ്ങുമ്പോൾ പോലീസ്, സാധാരണ നമ്മളൊക്കെ ഒരു ചെറിയ കേസിൽ പെട്ടാൽ തന്നെ കണ്ടീഷൻ ബെയിലാ തരുന്നത് പൊതുപ്രവർത്തകരായി. ഇത് കണക്കുള്ള ക്രിമിനലുകളൊക്കെ കൊടുക്കേണ്ട കണ്ടീഷൻ ബെയിൽ ഒരു 5 മണിക്കൂറെങ്കിലും സ്റ്റേഷനിൽ വന്നിരുന്ന് അവിടെ ഉദ്യോഗസ്ഥനെ കണ്ട് ഒപ്പിട്ട് അങ്ങനെ നിബന്ധനകൾ കുറവുള്ളത് കൊണ്ടാണ് ഒന്നാമത്തത്. 2, നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ നമ്മളുടെ നാട്ടിലെ നിയമങ്ങൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. അതായത് കൊലക്കുറ്റം ചെയ്ത ഒരു കൊലപാതകം ആണെന്ന് 90% മീഡിയകളും പൊതുജനവും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരാളെ എനിക്ക് തോന്നുന്നു 2 മാസം ആയാലും തോന്നുന്നു അയാൾ ഈ പ്രതി ആയിട്ടല്ലേ. 2 മാസം കണ്ടോ? 2 മാസമായി ഇറങ്ങിയിട്ട്, ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് 2 മാസമേ. പക്ഷെ ഇത് ഞാൻ പറയുന്നത് നമ്മളുടെ നിയമസഭയിൽ മാറ്റങ്ങൾ ഒരുപാട് വരേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് സൗദി അറേബ്യയിലാണെങ്കിൽ ഒരു കൊലയ്ക്ക് അതിന്റെ ഉത്തരം കൊല തന്നെയാണ്. ഒരാളെ കൊല ചെയ്താൽ വേറെ ചെറിയ കേസിനൊക്കെ ജാമ്യം കൊടുക്കാം, നമുക്ക് പലതും ചെയ്യാം, പരവലും കൊടുക്കാം. പക്ഷെ ഈ കൊലയ്ക്ക് സൗദി അറേബ്യയിൽ ചെയ്യുന്ന ഇവിടെ കൊണ്ടുവരുന്ന മരണമാണ്. മരണം തന്നെയാണ് അവിടുത്തെ ശിക്ഷ. അപ്പൊ നമ്മളുടെ നിയമങ്ങൾ മാറ്റി എഴുതണം. 2ാമത്തെ കാര്യം, ഇത് കണക്ക് ജാമ്യം കൊടുക്കുമ്പോൾ ആ ജാമ്യ വ്യവസ്ഥയിൽ ആരൊക്കെയാണോ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നത് അവരെ പിടിക്കണം. അവരെ പിടിക്കുന്നതല്ല, അവരെ കൊലപാതകളായിട്ട് പ്രഖ്യാപിക്കണം. കാരണം എനിക്ക്
ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കാൻ പോകാറുള്ളൂ. ഇത് കുറച്ച് പൈസ തന്നാൽ ഉടനെ പോയി ജാമ്യം നിൽക്കുകയാണ് അല്ലേ? ഇത് അങ്ങനെയൊക്കെ കുറെ നമ്മളെ നിയമത്തിൽ കുറെ പൈസ മേടിച്ചിട്ട് പോയി ജാമ്യം നിൽക്കുക. അവർക്ക് ചിലപ്പോൾ ഇതിന്റെ കാര്യം സീരിയസ്നെസ് അറിഞ്ഞുകൂടായിരിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഭാര്യയോ മക്കളെയോ ഒന്നും വെട്ടിക്കൊന്നിട്ടില്ല. അപ്പൊ അയാൾക്ക് മാനസിക വിഭ്രാന്തി ഇല്ല. അദ്ദേഹത്തെ വീട്ടിലുള്ള ആരെയും വെട്ടിക്കൊന്നേ വന്നിട്ടില്ല. പക്ഷേ വീട്ടിലുള്ള അയൽക്കാരനെയാണ് പോയി വെട്ടിക്കൊന്നതും. ഒരു വീട്ടിൽ നിങ്ങൾ ഇരട്ട കൊലപാതകമല്ല, 3 പേരെയാണ് അദ്ദേഹം കൊന്നിരിക്കുന്നത്. ഒരു വീട്ടിലുള്ള ഒരാളെ അല്ല, 3 പേരെ വെട്ടിക്കൊന്ന ലക്ഷ്മിയെയും അവരുടെ മകൻ സുധാകരനെയും. നേരത്തെ അകത്ത് പോയത് സുധാകരന്റെ ഭാര്യയെ വെട്ടിക്കൊന്നതിനാണ്. അപ്പം ഇതിന് ഒരിക്കലും ഇനി പരവുളോ ശിക്ഷയോ കോടതി വെച്ചുള്ള വാദവോ ഒന്നുമില്ല. കൊലയ്ക്ക് കൊല്ലുക, തൂക്കിക്കൊല്ലുക, അത് എന്താണ് മരണം വരെ തൂക്കിക്കൊല്ലുക എന്നുള്ള പഴയ വിധി വീണ്ടും നമ്മൾ എന്താണ് പുനഃക്രമീകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വേറെ ആളുകൾ കാത്തു നിൽക്കുക. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടുമാണ്. കലിയുഗത്തിൽ മനുഷ്യർ തമ്മിൽ വെട്ടിമരിക്കും എന്നത് ശരിയാണ് എന്ന തോന്നൽ ഇപ്പോൾ വരുന്നു എന്നാണ് ഒരു പ്രേക്ഷകൻ കൃഷ്ണദാസ് പറയുന്നത്. കൃഷ്ണ, ഇത് കലിയുഗം വരുമ്പോൾ ആളുകൾ തമ്മിൽ തല്ലി ഒടുവിൽ ലോകം നശിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതാണോ എന്ന് സംശയിക്കുകയാണ് ഒരു പ്രേക്ഷകൻ. ഏതായാലും ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ അവർ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു എന്നതാണ് സത്യം. ജയിലിൽ പരമാനന്ദമാണ്, സുഖമാണ്. പല പ്രാവശ്യവും ഞാൻ ഓഫീസ് സ്റ്റേഷൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. കോടതിയും ജയിൽ പുള്ളികളുമൊക്കെ വീഡിയോ കോൺഫറൻസിലും വർക്ക് പോയിൻ്റ് പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ പച്ചക്കറി വാങ്ങാനും പോയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ജയിലിൽ പരമ സുഖമുള്ള സാഹചര്യമാണെന്ന് ആ വഴി പോയ ജയകുമാർ പറയുന്നു. ഗോളന്തരം പറയുന്നു, ഇന്ത്യ ഒഴികെ ലോകത്തൊരു രാജ്യത്തും കൊലക്കുറ്റം തെളിയിച്ച ഒരു പ്രതിക്കും പരോൾ കിട്ടില്ല. അതുകൊണ്ടാണ് ക്രിമിനലുകൾ നിന്നെ കൊന്നാൽ ജയിലിൽ കിടക്കും എന്ന് ധൈര്യമായി പറയുന്നത്. എന്നാൽ അതൊരു വലിയ കാര്യമാണ്. ഈ കൊല ചെയ്ത് ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ജയിലിൽ പോയിക്കോളാം എന്ന് വളരെ ലാഘവത്തോടെ പറയാൻ കൊലയാളികൾക്ക് കഴിയുന്നു എന്നത് നമ്മളെ നടുക്കേണ്ടിയിരിക്കുന്നു. ജോയ്സി പറയുന്നത് പോലീസ് കുറ്റവാളികളെ രക്ഷിക്കുന്നു, പാവങ്ങൾക്ക് പോലീസ് അനീതി കുട പിടിച്ചു നിൽക്കുന്നു എന്ന് ജോയ്സിയും പറഞ്ഞു. ഞാനൊരു ചെറിയ ഇടവേള എടുക്കാം. മിനി ടീച്ചർ നമുക്ക് അപ്പോൾ സോറി ടീച്ചർ, ഞാൻ മടങ്ങി വരാം. പെട്ടെന്ന് തന്നെ ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. എന്നോടൊപ്പം മാവേലിക്കരയിൽ നിന്ന് ഒരു അധ്യാപിക ചേരുന്നുണ്ട്, ശ്രീമതി മിനി ടീച്ചർ. കേൾക്കാമോ? ഗുഡ് ഈവനിങ്. ടീച്ചറെ കഴിഞ്ഞ ദിവസം കണ്ടില്ല. ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് കിട്ടുന്നില്ല. ഇടയ്ക്ക് എന്റെ മെസ്സേജ് ഇട്ടായിരുന്നു, വായിച്ചില്ലേ? ഞാൻ വായിക്കാറുണ്ടല്ലോ എല്ലാ മെസ്സേജുകളും. സന്നിധി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും സാറിന് മനസ്സിലാകുന്നത്. എന്താണ് മിനി സന്നിധി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഇത് ഇട്ടായിരുന്നു മെസ്സേജ്. ആണോ? ഓക്കെ. ഏതായാലും ഞാൻ യൂട്യൂബിലെല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട്, നോക്കാം നമുക്ക് എന്താണ് വായിക്കുന്നുണ്ട്. ശരി. അപ്പൊ ടീച്ചർ, ഇത് എന്താണ് ഈ ആളുകളെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഈ വൈരാഗ്യം മനസ്സിൽ ഇങ്ങനെ ഉറഞ്ഞു കൂടുമ്പോൾ നിയമമൊക്കെ ഒന്നും ബാധകമല്ല, അതൊന്നും വലിയ കാര്യമല്ല എന്ന് തോന്നാൻ കാരണമെന്താ? ഹലോ. സാറേ, ഇപ്പൊ ഈ കുഞ്ഞിന്റെ അമ്മയെ കൊന്നതിന് അദ്ദേഹം പുള്ളിക്കാരനെ ജയിലിൽ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ. ആ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ അതിന്റെ അച്ഛനെയും അമ്മുമ്മയും കൂടെ കൊന്ന ആ കുഞ്ഞു അനാഥമായി പോയില്ലേ സാറേ? ഇപ്പൊ ഈ ജാമ്യത്തിൽ വരുന്ന ഒരു വ്യക്തിയെ ആ പുള്ളിക്കാരൻ പരസ്യമായിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ അവരെ കൊല്ലുവെന്ന്. അത് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും അവർക്കൊന്ന് നോക്കാമായിരുന്നുവെങ്കിൽ ഈ 2 ജീവനെ നമുക്ക് നിലനിർത്താമായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിയമപാലകർ ഒരു കംപ്ലൈന്റ് കിട്ടിയാൽ അതിനെ ഒന്ന് വാല്യൂ ചെയ്യണം. അത് ഉള്ളതാണോ, അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത്. പിന്നെ ഈ ജയിലിൽ പോവാന്ന് പറഞ്ഞ സാറേ, പണ്ടത്തെ ജയിൽ വാസമൊന്നും അല്ലല്ലോ ഇപ്പം. അവർക്ക് നല്ല ഫുഡ്, നല്ല അറ്റ്മോസ്ഫിയർ, മറ്റു ബുദ്ധിമുട്ടുകളും ഇല്ല. വീട്ടിലൊക്കെ താമസിക്കുവാണെങ്കിൽ വീട് നോക്കണം, വീട്ടിൽ വരുന്നല്ല, ഇത് ഫ്രീ അല്ലേ, സുഖമായിട്ട് താമസിക്കാം, ഭക്ഷണം കിട്ടും, സുഖമായിട്ട് താമസിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഉണ്ട് ജയിലുകളില്. അപ്പം അങ്ങനെയൊക്കെ അവര് ഫുള്ളി ഹാപ്പിയാണ്. അപ്പൊ നമ്മുടെ ഈ നിയമവ്യവസ്ഥ ശരിക്കും മാറണം സാറേ. ഇതൊക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ എങ്ങോട്ടാണ് ഈ പോക്ക്? നമ്മൾക്ക് അധ്യാപകരായി ഞങ്ങള് പറയുന്ന പിള്ളേരെ ഒന്നും വഴക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് വേറൊരു ആഴ്ച മൊത്തത്തിലെ നാടിന് എന്തെല്ലാം മാറ്റങ്ങളാ സാറേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്നുള്ള ഒരു പേടി തീർച്ചയായിട്ടും. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ബിന്ദു
എന്നൊരു പ്രേക്ഷകർ നമുക്കൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് അല്ലേ? എവിടെ നിന്നാണ്? തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം സാർ. സാർ എനിക്ക് പറയാനുള്ളത് എന്റെ വീട്ടിലുണ്ടായിട്ടുള്ളതാ ഒരു വിഷയം. മനസ്സിലായി, എന്റെ അനിയൻ കള്ള് കുടിച്ച് കുറച്ച് എന്തോ ഒരു എൻജോയ്മെന്റിന് കള്ള് കുടിച്ചിട്ട് അവര് പോലീസ് പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ മാനസിക വിഭ്രാന്തി കഴിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി അവിടെ തൂങ്ങി മരിച്ചു, സ്ട്രെസ് കാരണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ നമുക്ക് എന്തിനു വേണ്ടി വർക്ക് ചെയ്യണു? എത്ര സ്റ്റാഫ്, എത്ര വണ്ടികൾ, എത്ര ഡോക്ടേഴ്സ്, എല്ലാവരും. അപ്പൊ ഇങ്ങനെ മാനസികമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. 4-5 കൊലപാതകം ചെയ്യാൻ മാനസിക രോഗം എന്ന് പറയാ. അവർക്ക് കൗൺസിലിങ്, അവർക്ക് ഇപ്പൊ കഷായം കൊടുത്തു വന്നവർക്കും മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കും മാനസാന്തരം വരണം. എന്തൊരു ലോകം ഇത്! ശിക്ഷിക്കുന്നവര് ശിക്ഷിക്കുക, നന്നായി തന്നെ ശിക്ഷ കൊടുക്കുക. അവർക്ക് പരമാവധി പട്ടിണിക്ക് തന്നെ അവരെ ശിക്ഷിക്കണം. അല്ലാതെ ഇങ്ങനെ പോയ ഒരൊറ്റയടിക്ക് 4 ആള് 3 ആള് 2 ആള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇത് എന്തൊരു നിയമമാണ്? മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ അടയ്ക്കട്ടെ. ചെറുപ്പക്കാരനെ കൊണ്ടിട്ട് കൊല്ലിക്കാണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള മാനസിക രോഗികളെ നിത്യമായി നാട്ടുകാരും എല്ലാവരും അവകാശപ്പെടുന്ന ഒരു മാനസിക പ്രശ്നം കാണിക്കേണ്ടത്? അപ്പൊ പച്ചക്കറി അരിയുന്നത് പോലെ ആളുകളെ വെട്ടി അരിയുകയാണ് അല്ലേ? എന്തുകൊണ്ട് ഇവരെ മാനസികാരോഗ്യ ആശുപത്രിയിൽ അടയ്ക്കട്ടെ? അവർക്ക് ജയിലിലല്ല കൊടുക്കേണ്ടത് ഭക്ഷണം. ഇവരിനെ എങ്ങനെയുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് അടയ്ക്കേണ്ടത്? സത്യല്ലേ? നേരത്തെ ഒരു സാറ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവരുടെ വീടുകളിലുള്ള ആരെയും അവര് കൊല്ലണില്ല. ഈ നാട്ടുകാരെ അമ്മേനെയും മക്കളെയും അപ്പൂപ്പനെയും അമ്മാമനെയും വെട്ടി ഇതിന് കൊല്ലുക. ഒന്നുകിൽ ഇപ്പൊ ഒരു പുലിനെ കൊന്നു, മരിച്ചു, അതെങ്ങനെയാവട്ടെ, അത് മരിച്ചു എന്നാണ് പറയണത്. ശരി, എന്തായിരുന്നു ജനങ്ങൾ അവിടെ കിടന്ന് കാണിച്ചിരുന്നത് അതിനൊന്ന് കൊല്ലാൻ വേണ്ടിയിട്ട്? അപ്പൊ അതേപോലെ ഇതുപോലെ മനുഷ്യരെ കൊല്ലുന്നവരെ കൊല്ലാൻ എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ഒക്കണില്ലാന്ന് ഞാൻ ചോദിക്കുന്നത്. നിയമം കയ്യിലെടുക്കാന്നല്ല ഞാൻ പറയണത്, പക്ഷെ എന്നിരുന്നാലും ജനങ്ങളും കുറച്ച് ഒന്ന് കാണിക്കണം ചൂട്. അല്ലാണ്ട് ഇപ്പൊ എന്ത് പോലീസുകാർ ശരി, അവർക്ക് ചേട്ടനൊക്കെ അവരും ചെയ്യുന്നുണ്ട്, എന്നാലും പോരാ. കാരണം ഇങ്ങനെ നിയന്ത്രണമില്ലാണ്ട് ഇങ്ങനെ കൊലകൾ നടക്കുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെ പറയണവരെ വീണ്ടും ശ്രദ്ധിക്കണം. അങ്ങനെ അയച്ചുവിടരുത്. ഈ പുലിയെ മനുഷ്യനെ കൊന്നുവന്നുകൊണ്ട് അതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നവർ ഇതുപോലുള്ള നരഭോജികൾക്കെതിരെയും ശക്തമായി വരണമെന്നാണ് ശ്രീമതി ബിന്ദു പറയുന്നത്. മൃഗങ്ങളെ ഒന്നും ഈ കാട്ടിൽ അവരുടെ ബോധമില്ലാത്തത് കൊണ്ടാണ്, അതൊരു മൃഗീയമായ വാസനയുള്ളതുകൊണ്ടാണ്. ഇത് മനുഷ്യന് വിവേകമുള്ള മനുഷ്യനാണ്. ഇഷ്ടമാണ് അങ്ങനെ വിചാരിക്കാം. ശരി, അവരെ കൊല്ലട്ടെ, അതെന്താ ശരി, നമ്മളതിനെ കൂട്ടില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവര് ഇത് ചെയ്തിട്ട് ഒളിക്കാൻ അവർക്ക് മനസ്സുണ്ട് അല്ലേ? ഒളിക്കാൻ അവർക്ക് മനസ്സ് തരണില്ലേ? അവർക്കിപ്പോ മാനസിക രോഗമാണോ? ഒരു കൊല ചെയ്തിട്ട് അവിടെ എടുക്കണില്ലേ അവര്? അവര് ഓടി ഒളിക്കുന്നു, അവരുടെ രക്ഷാമാർഗം നോക്കുന്നു, അവരെ ആൾക്കാരെ അവരെ രക്ഷിക്കുന്നു. അപ്പൊ ഇത് എന്ത് മാനസിക രോഗ? സാറേ, എന്ത് നടക്കണ ലോകത്തുന്നുള്ളത്? വ്യക്തമാണ്. ശ്രീമതി ബിന്ദുവിന്റെ അഭിപ്രായം വളരെ വളരെ വ്യക്തമാണ്. തോമസ് KC പറയുന്നു, പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം, ഈസിയായി കരുതരുതെന്ന്. തോമസ് KC നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം ഇന്ന് പൊതുവേദിക്ക് ഒപ്പമുണ്ട്. സന്തോഷ് കുമാർ എനിക്ക് നമസ്കാരം പറയുന്നു. മനു സാറേ നമസ്കാരം. സന്തോഷ് കുമാർ സാറിനും എൻ്റെ നമസ്കാരം അറിയിക്കുകയാണ്. ഷാജി ഭാസ്കരൻ പറയുന്നു, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ദാരുണം തന്നെ വാക്കുകൾ അന്യമാകുന്നു. മൃഗത്തെ തോൽപ്പിക്കുന്ന മനസ്സുള്ളവർ തന്നെ ഇവറ്റകൾ അപൂർവമായി നമുക്കിടയിൽ ജീവിക്കുന്നു. അതിൽ സ്നേഹിച്ച് വിഷം കൊടുക്കുന്നവരും ഒക്കെയായി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് ഷാജി ഭാസ്കരൻ പറയുന്നു. യെസ്, ഷാജി ഭാസ്കരനും നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീമതി ജയ കൊല്ലത്തുനിന്ന് ചേരുകയാണ്. ശ്രീമതി ജയ, കുറച്ച് ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട് ഫോൺ വിളിച്ച് കിട്ടുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഏതായാലും നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ ചിലപ്പോൾ ഞാനത് അന്ന് ശ്രീമതി ജയ പറഞ്ഞപ്പോൾ ഇത് പരിശോധിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പല ആളുകൾ ഒരേ സമയം വിളിക്കുമ്പോൾ അത് ജാമാകുന്നു എന്നാണ് അവർ പറയുന്നത്. ശ്രീമതി ജയക്ക് ഈ വാർത്ത കേട്ടിട്ട് എന്താണ് തോന്നിയത്? നമസ്കാരം മനു. നമസ്കാരം. ഈ വാർത്ത കേട്ടപ്പോൾ ഭയങ്കര വിഷമം തന്നെ തോന്നിയത്. ആ കുഞ്ഞ് TV-യിൽ വന്നു കിടന്നത് കരയുന്ന കരച്ചിൽ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി. അതിനി ആരുണ്ട്? ആ കുഞ്ഞിന് ആരും ഇല്ലല്ലോ, അതും ഒരു പെൺകൊച്ച്. ആ പെൺകുഞ്ഞിനെ ഇനി ആര് നോക്കും, വളർത്തും ഒക്കെ? നമ്മൾ ആ പ്രായമായ ഒരു കൊച്ചാണ്, അതിനെ പഠിക്കണം, അതിനെ കല്യാണം കഴിപ്പിച്ച് വിടണം, എല്ലാം അസ്തമിച്ചില്ലേ മനു? ഇതൊന്നും നമ്മൾ നിലനിർത്തി പോകരുത്. നമ്മുടെ നിയമങ്ങൾ മാറ്റി എഴുതണം. ഗൾഫിലൊക്കെ ഞങ്ങൾ നിന്നിട്ടുള്ളപ്പം അവിടെ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിനുള്ള ഒരു ശിക്ഷ അത് കിട്ടിയിരിക്കും. ഇവിടെ അത് പേടിയില്ല, ആർക്കും എന്തും ചെയ്യാം. അങ്ങനെ ഇവനിപ്പൊ കൊന്നപ്പോ അവനെ കൊല്ലണം, പുറത്ത് വിടരുതിന്. ഈ പോലീസുകാർ പിടിച്ചെന്തോ മലയുടെ മേലെ ഒളിച്ചിരിക്കുന്നു പോലും. അതൊക്കെ പറയുന്ന പോലീസുകാര് നല്ല മിടുക്കര് തന്നെയാണ് നമ്മുടെ. പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പം അവരുടെ ഡ്യൂട്ടിയിൽ ചില വ്യത്യാസങ്ങൾ അവർ വരുത്തുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. എനിവേ, അത് മലയെ പോയി പിടിച്ചോണ്ട് വന്ന് അവനെ വെച്ചേക്കരുതും, അവനെ തൂക്കി തന്നെ കൊല്ലണം മനു. അതാണ് എന്റെ അഭിപ്രായം. വ്യക്തമാണ്.
ശ്രീമതി ജയ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. അതൊരു വീട്ടമ്മ ഇപ്പോൾ അവർ ഉദ്യോഗത്തിൽ നിന്നൊക്കെ വിരമിച്ച് നിൽക്കുമ്പോൾ ഇത്തരം വാർത്തകൾ അവരെ വല്ലാതെ അമ്പരപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഗോളാന്തരം എന്നോട് പറയുകയാണ്, സ്ത്രീകൾ ഇതുപോലെ പൊതുവേദിയിൽ വന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു എന്നാണ്. അതെ, അത് അവർ സ്ത്രീകളെന്ന നിലയിൽ പൊതുവേദിയിൽ പൊതുരംഗത്ത് ഒക്കെയുള്ള ആളുകളാണ്. അവരുടെ പലരും വിരമിച്ചവരാണ്. ഇപ്പോൾ അവരുടെ ജോലികളുള്ള അനുഭവങ്ങൾ ഒക്കെ പലപ്പോഴും പൊതുവേദിയിൽ വന്ന് പങ്കുവയ്ക്കും. പ്രത്യേകിച്ച് ശ്രീമതി ജയ ചേച്ചി നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. അത് അവരുടെ ഭർത്താവും നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുമാണ്. അപ്പോൾ ആ ഒരു കുടുംബം പൊതുവേദിക്കൊപ്പമാണ്. ഞങ്ങൾ ഒത്തിരി മിസ് ചെയ്തു ചേച്ചിയെ എന്ന് കൂടി ഗോളാന്തരം പറയുന്നു. ഏതായാലും അവരങ്ങനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഏതായാലും ഇന്ന് വന്നതിൽ സന്തോഷം. ഹൈ എന്നോട് പറയുന്നു, പോലീസ് പിടിക്കും, കോടതികൾ ജാമ്യം കൊടുക്കും, ഇത് എന്ത് നിയമമാണ് എന്നാണ് ഹൈ ചോദിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് ഹായ്, നമ്മളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ഹരിയാനയിൽ നിന്നാണ്. ഹരിയാനയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ നാരായണൻ നായർ ഹരിയാനയിൽ ഇരുന്ന് പൊതുവേദി കാണുന്നതെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ളവർ അവർ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊരു വലിയൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം അവർ നാടിനെ ഓർക്കുന്നു, ഞങ്ങളിലൂടെ അവർ ആ കാര്യങ്ങളൊക്കെ പറയുന്നു എന്നത് വലിയ അഭിമാനത്തിൻ്റെ ഒരു വിഷയം കൂടിയാണ്. ശ്രീ നാരായണൻ നായർ, ഈ വിഷയം അവിടുത്തെ നമ്മുടെ മലയാളികളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഈ ഹരിയാനയിലും മലയാളികളായ ആളുകൾ. ഗുഡ് ഈവനിങ് മനു സാർ, നമസ്കാരം. ഗുഡ് ഈവനിങ്. നമ്മുടെ രാജ്യത്തെ കൊലപാതകം നടത്തുന്ന ആൾക്കാർക്ക് കുറ്റം തെളിയിക്കുന്നവരെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പ്രൈം മിനിസ്റ്ററും ഒക്കെ ആകാനുള്ള നിയമമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നവർക്ക് എന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ ചാൻസ് അല്ലേ സാറേ? ചിലപ്പോ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നവരായിരിക്കും നാളെ ഒരു മന്ത്രിയാകുന്നതും പിന്നെ അത്യുന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കൊലപാതകങ്ങൾ ചെയ്ത് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സ്വീകരണം കാണുമ്പോൾ എനിക്ക് പോലും ഒരു കൊലപാതകയായാൽ കൊള്ളാമെന്നൊരാഗ്രഹം. ഇത്ര സ്വീകരണമാണ്, പൂമാലയും പൂച്ചണ്ടുമായി നേതാക്കൾ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ സാറേ? അപ്പൊ കൊലപാതകങ്ങൾ കൂടുകയും മറ്റുള്ളവർ ആഗ്രഹിക്കത്തില്ല സാർ. ഏതൊരു ചെറുപ്പക്കാരനും ആഗ്രഹിക്കാം എനിക്കൊരു ജയിലിന്റെ മുന്നിൽ ഇതുപോണക്കുള്ള ഒരു സ്വീകരണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ 1 or 2 കൊലപാതകം ചെയ്താൽ എന്താ കാര്യം? അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ എവിടുന്ന് നീതി നമുക്ക് കിട്ടും സാറേ? നമ്മൾ ഈ ഒരു കാമുകനെ കൊന്നതിന് ഏറ്റവും നല്ല ഒരു ശിക്ഷ കോടതി എടുത്തപ്പോൾ അതിനെ നമ്മൾ എല്ലാവരും കൈയടിച്ച് സ്വീകരിച്ച ഒരു നാട്ടിലാണ് ഇതുപോണക്കൊരു അധമന് ജാമ്യം കൊടുക്കുന്ന വഴിയെ കോടതിക്ക് പറഞ്ഞു ഒഴിയാൻ പല മാർഗങ്ങളും കാണാൻ സാറേ. അവരുടെ മുമ്പിൽ തെളിവുകൾ കിട്ടിയില്ല, പോലീസ് വേണ്ടുന്ന രീതി ചെയ്തില്ല, അങ്ങനത്തെ കോടതിക്ക് പറഞ്ഞു ഒഴിക്കാം. ഇങ്ങനെയുള്ള ആൾക്ക് കൊടുക്കുന്നത് ഇവിടെ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഇരുന്നാണ് ഇപ്പൊ ഇത് കാണുന്നത്. മിക്കവാറും ഞങ്ങൾ എല്ലാവരും ഈ സാറിന്റെ ഈ പ്രോഗ്രാം കാണാറുണ്ട്, ന്യൂസ് 18 ഈ പ്രോഗ്രാം കാണാറുണ്ട്. ഇത്രയും സന്തോഷം തരുന്ന പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സന്തോഷം തരുന്നൊരു വാക്കില്ല കേട്ടോ. എല്ലാവരും അവിടെ ഇരുന്ന് പൊതുവേദി കാണുകയാണ് എന്ന് പറയുമ്പോൾ അത് വലിയ അഭിമാനം കൂടി നൽകുകയാണ്. ശ്രീ നാരായണൻ നായരുടെ ആ കൂടെയുള്ള എല്ലാവരോടും എൻ്റെ ആശംസകൾ അറിയിക്കണം. സാറിനും അതുപോലെ എല്ലാവരും ഇവിടെ ഹൈ, സാറിനും ഒരു ഹൈ, ഞങ്ങളോട് എല്ലാവരുടെയും വകയായിട്ട്. ഹരിയാനയിലെ മലയാളികൾക്ക് പൊതുവേദിയുടെ അഭിവാദ്യങ്ങൾ. വളരെ നന്ദി ശ്രീ നാരായണൻ നായർക്കും. വലിയൊരു സംഘമാണ് അവരവിടെ ഇരുന്ന് പൊതുവേദി കാണുന്നതെന്ന് പറയുമ്പോൾ വല്ലാത്ത അഭിമാനം തോന്നുന്ന ഒരു വിഷയമാണ്. അത് മാത്രമല്ല, പൊതുവേദിക്ക് ഇപ്പോൾ ജനങ്ങളുടെ പിന്തുണ വളരെയധികം വർദ്ധിക്കുന്നു എന്നത് കണക്കുകൾ നിരത്തി തന്നെ നമുക്ക് പറയാനും കഴിയും. അങ്ങനെ എല്ലാവർക്കും അവർക്ക് പറയാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു എന്നതാണ് ഇതിലെ ഒരു പ്രധാന കാര്യം. അനിയൻകുട്ടൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അനിയൻകുട്ട, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. സാറേ നമസ്കാരം. തിരക്കിലായിരുന്നോ? ഇന്നലെ തിരക്കിലൊക്കെ എന്നാൽ സാറേ, ഈ കൊലയൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർ എന്താണ് കരുതുന്നത് പത്തനംതിട്ടയിലെ? എന്റെ സാറേ, നമ്മൾ അതുപോലെ വിഷമിച്ചിരിക്കുക. നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഇപ്പൊ എന്തോ ഇവിടെ നടക്കുന്നു. നമ്മുടെ പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും ഒന്നും ഇറങ്ങി നടക്കാൻ പേടിച്ചാണ്. മുമ്പ് ഒരു ചേച്ചി എവിടെ നമ്മൾ പറയുന്നത് ഞാൻ കേട്ടോണ്ടായിരിക്കുന്നത്. നമ്മൾ എങ്ങനെ നടക്കും? അവരൊക്കെ പേടിക്കുകയല്ലേ. രക്തം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ചിലപ്പോൾ പിടിച്ചു കഴിയും. ഈ കൊച്ച കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഇന്നാ കുട്ടി ഇന്ന വെട്ടിക്കൊന്ന് ആള് മരിച്ച അദ്ദേഹത്തിന്റെ മോൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടോ. നമ്മളത് ഞങ്ങളെ പറഞ്ഞാൽ അത് എനിക്ക് ഞാൻ കരയാത്ത, എന്റെ കണ്ണിൽ നിന്ന് അങ്ങനെ വരുന്നില്ല. പക്ഷെ അതിന്റെ കരച്ചിൽ കേട്ടിട്ട് നമ്മുടെ കണ്ണിലോട്ട് നോക്കി കരയുന്ന കേട്ടിട്ട് നമുക്ക് വിഷമായി പോയി. എന്ത് ചെയ്യും? ഇതിനെയൊക്കെ പിടിച്ച്
അകത്ത് കളഞ്ഞിട്ട് ഇവനെയൊക്കെ ഇറങ്ങാനുള്ള നിയമം ഉണ്ടാക്കി എഴുതി അങ്ങോട്ട് കോടതിയിലോട്ട് കൊടുക്കുന്നതല്ലേ ഇതൊക്കെ തെറ്റാകുന്നത്. ഇവനെയൊക്കെ കൊടുക്കേണ്ടത് ഒന്നും കൈയും കാലും കെട്ടി ജനങ്ങൾക്ക് വിട്ടു കൊടുക്കണം. ഗൾഫിലെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ കൊച്ചുകുട്ടികളൊക്കെ മുന്നേ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന ഈ ഭാഷയൊക്കെ പറഞ്ഞാൽ വേറെ ക്രൂരതയെ അവനെയൊക്കെ ഉള്ള പറഞ്ഞാൽ കൈയും കാലും കെട്ടി അവനെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത് അവരെ ജനോട്ട് വിട്ടുകൊടുക്കണം. ഇവന്റെ ശരീരം നോവുന്നുണ്ടോ, ഇവന്റെ ശരീരത്തിൽ ചോറ് വരുന്നുണ്ടോ, ഇവന്റെ കുടുംബം കരയുന്നുണ്ടോ എന്നുള്ള ഇവനത് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് ശക്തമായുള്ള നിലപാട് ഈ സർക്കാർ എടുക്കണം. സർക്കാർ ഇവിടെ നിയമം മാറ്റിയെടുത്താലോ ഇവിടെ ഉള്ള നിയമം തന്നെ ശക്തമായി ഒന്ന് നടപ്പിലാക്കിയാൽ മതി. ഇതുപോലെ ആളുകൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ അത് കൃത്യമായി എതിർക്കാനും പോലീസ് ഇതുപോലെ പരാതി ഉണ്ടെങ്കിൽ അത് അതാത് സമയത്ത് കോടതിയെ ധരിപ്പിച്ചത് റദ്ദീകരിക്കാനും ഒക്കെ ആക്റ്റീവായി നിന്നാൽ കുറെയൊക്കെ നമുക്ക് ഭരണകൂടം ശക്തമായിട്ട് എടുക്കണം. ഭരണകൂടം ശക്തമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി എടുക്കണം. മുഖ്യമന്ത്രി ലോകത്തെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ നിയമം മാറ്റിയല്ലോ, അത് രക്ഷപ്പെട്ടില്ലേ. ഇതുകൊണ്ട് നാരകാതിമാരെ വിടരുത്. പിന്നെ ജയിലിൽ തന്നെ അടയ്ക്കണം. അവനെ അവിടെ കിടന്ന് ഒരു നേരത്തെ ആഹാരമേ കൊടുക്കാവുള്ളൂ, ഒരു നേരമേ വെള്ളം കുടിക്കാവുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും അനിയൻകുട്ടൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഇന്നും അദ്ദേഹം പൊതുവേദിക്കൊപ്പം ചേർന്നിരിക്കുന്നു. ആറ്റ്സൺ ഫാദർ പറയുന്നത് കൊലപാതകത്തിൽ PhD എടുത്ത ഒരു ഭരണം ആണ് നമ്മുടെ നാട് ഭരിക്കുന്നത്, പിന്നെ ഇനി എന്ത് നടക്കാനാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ നാട്ടിൽ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്, അത് ശക്തമായി നടപ്പിലാക്കുകയും വേണം. അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് സുരേന്ദ്രൻ. ശ്രീ സുരേന്ദ്രന് എന്തു തോന്നുന്നു? ഈ ജാമ്യം നൽകുമ്പോൾ കോടതികൾ കുറെ കൂടി ഗൗരവത്തോടുകൂടി ഈ വിഷയം പരിഗണിക്കണം എന്ന ഒരു നിലപാടിനെ ശ്രീ സുരേന്ദ്രൻ എങ്ങനെ നോക്കിക്കാണുന്നു? നമസ്കാരം സാറേ. നമസ്കാരം. ഈ അടുത്ത കാലത്ത് ഈ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു, സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് വെറുതെ ഒരാളെ പിടിച്ചിടണ്ട എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത്. നമ്മുടെ പരമോന്നത കോടതി പറയാണ് മറ്റുള്ള കോടതികളോട്, നിങ്ങള് വെറുതെ പ്രതികളെ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ ഈ താഴെയുള്ള കോടതികൾ ചെയ്യുന്നത് എന്താണ്? അവർക്ക് ജാമ്യം കൊടുക്കും. പിന്നെ നമ്മളിപ്പോ പോലീസിനെ നമുക്ക് കുറ്റം പറയാം, നമുക്ക് ഒരു പ്രതിയെ എത്രമാത്രം നിരീക്ഷിക്കാൻ പറ്റും? ഈ പോലീസ് സ്റ്റേഷനിലെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ചിട്ട് ഒരു പ്രതിയെ എത്ര മാത്രം നമുക്ക് നിരീക്ഷിക്കാൻ പറ്റില്ല. അത് ശരിയാണ്, വളരെ കുറച്ച് പോലീസുകാരെ, നമുക്ക് 1000-2000 പേർക്ക് ഒരു പോലീസേ ഉള്ളൂ. എത്ര കുറ്റവാളികള് ഒരു സ്റ്റേഷൻ പരിധിയിലുണ്ട്. അത് ശരിയാണ്. ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതിന്റെ സമാനമായ ഒരു അനുഭവം എനിക്ക് ഉണ്ട്. ഞാൻ കണ്ണൂരിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ വീട് രാത്രി കൊള്ളയടിക്കുകയാണ് ബംഗ്ലാ സംഘം. ബംഗ്ലാദേശിൽ നിന്ന് അവർ വരുന്നു, തീവണ്ടിയിൽ വരുന്നു, കിട്ടുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക, തൊട്ടടുത്ത ട്രാക്കിലൂടെ നടക്കുക, ഏറ്റവും വലിയ വീട് കൊള്ളയടിക്കുക, അവിടുത്തെ ആളുകളെ കത്തി മറ്റൊക്കെ ഭീഷണിപ്പെടുത്തി ക്രൂരമായ രീതിയിൽ കൊള്ളയടിച്ച് തിരിച്ചിവർ പോവുകയാണ്. അങ്ങനെ നമ്മുടെ പോലീസ് ബംഗ്ലാദേശ് അതിർത്തിയിൽ ചെന്ന് ഇവരെ പിടിക്കുന്നു, പക്ഷേ കോടതിയിലെത്തുന്നു, ജാമ്യം കിട്ടുന്നു. അടുത്ത ദിവസം 1 മാസത്തിനകം പ്രതി സ്ഥലം വിടുന്നു. പിന്നെ ഇയാളെ പിടിക്കാൻ പോലീസിന് കഴിയുന്നില്ല. അപ്പോൾ ഈ ജാമ്യം കൊടുക്കുമ്പോൾ കുറെ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട സാഹചര്യം ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്, അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പോലീസ് പെട്രോളിങ്ങിന് ഇറപ്പോ വൈകുന്നേരം ആണെങ്കിലും പോലീസിൽ ഒരു വണ്ടിയിൽ ആകെ ഒരു ഡ്രൈവർ, ഒരു SI, മാക്സിമം വന്ന ഒരു പോലീസ്, ഒരു CPM കൂടി ഉണ്ടാവും. ഇത്രയും 3 പേരേ ഉണ്ടാവുള്ളൂ. ഇവരെ വെച്ചിട്ടാണ് ഇവരിപ്പോ കേടികള്, റൗഡികള്, ബാങ്ക്, അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറെ സ്ഥലത്ത് ഇവര് ഓടിയെത്താണ്ടാവും. ഇവരെ നിരീക്ഷിക്കാനായിട്ട് ഇവരെ പോയിട്ട് അവിടെ പോയിട്ട് അന്വേഷിക്കുന്നുണ്ടാവും. പക്ഷെ ഇവര് ആ സമയത്ത് അവിടെ ഉണ്ടാവും. പക്ഷെ എല്ലാ സമയത്തും ഇവരെ നിരീക്ഷിക്കാൻ കഴിയില്ല ഒരു പോലീസിന്. അവിടെ പോയിട്ട് എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് പരാതി കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നത്, ഈ പരാതി കൊടുത്തപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതിയെ അറിയിച്ച് ഇയാളുടെ ജാമ്യം റദ്ദാക്കണം എന്നൊരാവശ്യപ്പെടാൻ അവർ ഇനിയെങ്കിലും തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവിടുത്തെ പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് പോയിരിക്കുന്നത്, കൗൺസിലർ പോയിരിക്കുന്നു, വാർഡ് മെമ്പറെ വിളിച്ചിരിക്കുന്നു, എന്നിട്ട് പറയുന്നു ജനങ്ങൾ ഇവിടെ ഭീതിയിലാണ്, ഇയാൾ കൂടുതൽ ആളുകളെ കൊല്ലും എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധിയുടെ വാക്കുകൂടി പോലീസ് കേട്ട് ഇത്തരം ആളുകളെ ഒന്ന് റദ്ദ് ചെയ്യാൻ. സാറ് പറഞ്ഞത് ശരിയാണ്. ഇവിടെ കൊടുത്ത അതിൽ എന്ത് നടപടി എടുത്തു എന്ന് എനിക്കറിയില്ല. കാരണം എപ്പോഴാണ് കൊടുത്ത ഇവര് ഈ പ്രതിയെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കോടതിയിൽ കൊടുത്ത് ജാമ്യം റദ്ദിക്കുകയാണ് വേണ്ടത്. അതിനാണ് ശ്രമിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും നിയമജ്ഞർ നമുക്ക് അതിൽ കൂടുതൽ അഭിപ്രായം പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. യെസ് സുരേന്ദ്രൻ, ഞാൻ വിളിച്ചതിൽ വളരെ സന്തോഷം. ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് മടങ്ങി വരാം. കുറേ ആളുകൾ പ്രതികരണങ്ങളുണ്ട്, ഞാനെല്ലാം വായിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. യെസ്, ആറ്റ്സൺ പറയുന്നത് കഴിഞ്ഞ 5-6 വർഷത്തിൽ ലഹരിയുടെ ഒരു കുത്തൊഴുക്ക് കേരളത്തിൽ
വന്നതിൽ ഈ ഭരണത്തിന് ഒരുപാട് പങ്കുണ്ടെന്നാണ്. ഭരണത്തിൻ്റെ പങ്കുന്ന ഇത് ആളുകൾ വീടുമൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഭരണം മാത്രമല്ല, നമ്മുടെ ആ വീട്ടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്തമുണ്ട്, നാട്ടുകാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ ശ്രമത്തിലൂടെ ഒരു നാടിന് മാറാൻ കഴിയുള്ളൂ. എല്ലാം ഇങ്ങനെ നിയമം കൊണ്ടുവന്നും ഭരണം അല്ലെങ്കിൽ മാറ്റിയൊന്നും സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഗോളാന്തരം പറഞ്ഞു, ജയിൽ ഈസ് നോട്ട് എൻ എക്സെപ്ഷൻ സെൻറ്റർ, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഹോളിഡേ റിസോർട്ട് എന്നാണ്. അങ്ങനെ ഹോളിഡേ റിസോർട്ടായി ജയിലുകൾ മാറിയ ഒരു സാഹചര്യം ഉണ്ട്. കാരണം നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഒരു ദിവസം പറഞ്ഞ, അദ്ദേഹം ഹൈദരാബാദിൽ ഒരു ജയിലിൽ ഒരു ഹോളിഡേ അതെന്താ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ 500 രൂപ കൊടുത്ത് താമസിക്കാൻ പോയി എന്നാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിലേക്ക് ജയിലുകൾ മാറുന്നു എന്നാണ്. അപ്പോൾ അവിടെ കുറ്റവാളികൾ മാറുന്നുണ്ടോ എന്നത് ഒരു ചോദ്യം അവിടെ ഉയരുകയാണ്. സുരേന്ദ്രൻ ഒരു പോലീസുകാരാണോ എന്ന് ചോദിക്കുന്നു ഗോളാന്തരം. അദ്ദേഹം എപ്പോഴും പോലീസുകാരെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയല്ല, സുരേന്ദ്രൻ ഈ കാര്യങ്ങൾ കുറേ കൂടി വളരെ ആഴത്തിൽ മനസ്സിലാക്കുകയും അദ്ദേഹം ഞാനുമായി പലപ്പോഴും തർക്കിക്കാറുണ്ടെങ്കിലും അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് ആ വിഷയത്തിൽ ഒരു കൃത്യമായ ധാരണയോടുകൂടി ആണ് എപ്പോഴും സംസാരിക്കാറ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അദ്ദേഹം പോലീസുകാരനല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അനിൽ രാജ് പറയുന്നു, ജീവനോടെ കിട്ടിയാൽ ഇവന് പുറം ലോകം കാണിക്കരുത് എന്ന്. അല്ല, അങ്ങനെ നിയമം കയ്യിലെടുക്കുകയല്ല നമ്മൾ. നിയമം നിയമം കയ്യിലെടുക്കുകയല്ല, നമ്മൾ അത് കൃത്യമായി നിയമത്തിനെ നടപ്പിലാക്കാനുള്ള ശ്രമിക്കണം. ജയകുമാർ പറയുന്നത്, സാർ ഞാൻ പൊതുവേദി സ്ഥിരം കാണുന്നു, 3:45 ആകുമ്പോഴേക്കും ഭാര്യ വിളിച്ച് പൊതുവേദി തുടങ്ങാറായി എന്ന് ഓർമ്മപ്പെടുത്തുമെന്ന്. ജയകുമാറിൻ്റെ ഭാര്യയ്ക്ക് പൊതുവേദിയുടെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഭാര്യമാരായാൽ ഇങ്ങനെ വേണം. പൊതുവേദി ഒരു പൊതു കാര്യമാണ് എന്ന ബോധ്യം ജയകുമാറിൻ്റെ ഭാര്യയ്ക്കുമുണ്ട്. അതിൽ പ്രതികരിക്കണം എന്ന താല്പര്യം ജയകുമാറിനുമുണ്ട്. അതാണ് ഒരു യഥാർത്ഥ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭംഗി എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത പ്രേക്ഷകൻ ജോസഫ്. ജോസഫേ, ശ്രീ ജോസഫ് കേൾക്കാമോ? ശ്രീ ജോസഫ് ഈ വാർത്ത കേട്ട് ഞെട്ടിയോ? ഒരു 76-കാരിയെ ഇങ്ങനെ തലക്കടിച്ച് അല്ലെങ്കിൽ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞപ്പോൾ. സാറേ, 76-കാരിയല്ല, ഒരു കുടുംബത്തെയാണ് അദ്ദേഹം ഇല്ലാണ്ടാക്കിയത്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല. അപ്പൊ ഇത് അങ്ങനെ വരുമ്പോ ഇത് ഒരു നാടിനെ, കേരളം ഒന്നാകെ സങ്കടത്തിലേക്ക് ആഴ്ത്തിയ, ചിന്തിക്കാൻ ഇടവരുത്തിയ ഒരു കൊലപാതകമാണ്. ഇന്ന് നാളെ നേരം വിളിക്കുന്ന പത്രങ്ങളിലൂടെ മാത്രമല്ല, ഇപ്പൊ ടിവിയിലൂടെ എല്ലാം ജനങ്ങൾ ചർച്ചാ വിഷയമാണ് പരസ്പരം. എന്താണ് ഈ നാടിന്റെ പോക്ക് എന്നുള്ള രീതിയിൽ ഈ പൊതുവേദിയിൽ ഇന്ന് സംസാരിച്ചവര് ഭൂരിഭാഗം പറഞ്ഞ് നിയമം കുറച്ചും കൂടി കർക്കശമാക്കണം, പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം എന്നെല്ലാമാണ് സാർ. ഇത് രണ്ടുമല്ല സാർ. നിയമം ശക്തമാണ്, പോലീസും ശക്തമാണ്. പക്ഷേ പോലീസിന് കൂച്ചുവലങ്ങുണ്ടെന്നുള്ള കാര്യം ജനം മറന്നുപോകുന്നു. അധികാരത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ അണികൾ, അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ അണികൾ, പ്രാദേശിക നേതാക്കന്മാർ സ്റ്റേഷനിൽ ചെന്ന് സ്ഥലം സിഐനെയും ഡിവൈഎസ്പിനെയും വിരട്ടുന്നത് നമ്മളെല്ലാം ടിവിയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും കാണുന്നതല്ലേ സാർ? അതുകൊണ്ട് ഇവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഒന്ന്. രണ്ടാമത്, പോലീസ് സ്റ്റേഷനിൽ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ മതിയായ പോലീസോ വാഹനമോ ഇല്ല, അടിക്കാൻ ഡീസലോ പെട്രോളോ ഇല്ല. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇങ്ങനെ ദുഃഖം വരുമ്പോൾ മാത്രമേ ഉണർന്ന് സംസാരിക്കുന്നുള്ളൂ, ഉണർന്ന് ചിന്തിക്കുന്നുള്ളൂ. നാളെ ഇത് പിന്നെ ഒന്ന്. രണ്ടാമത്തെ വിഷയം ഞാൻ പറയാമെന്ന് സാറേ, സ്വന്തം അമ്മേനെ കൊന്നുണ്ട്, ഈ അടുത്ത ദിവസം സഹോദരനെ വെട്ടിക്കൊന്നുണ്ട്, അപ്പനെ കൊന്നുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ലഹരിയാണ് സാർ. അതുപോലെ നിങ്ങളുടെ ഈ കൊച്ചിയല്ല, എറണാകുളം ജില്ലയിൽ അവിടെ ഒരു വലിയ കൂട്ടക്കൊല നടന്നല്ലോ, ചേന്നമംഗലത്ത്. ഇതെല്ലാം ലഹരിയാണ് സാർ. അപ്പൊ എന്തും ഇത് നിയമത്തെ പേടിയില്ലാത്തോണ്ടല്ല, പോലീസിനെ പേടിയില്ലാത്തോണ്ടല്ല, അവനല്ലാണ്ടായി മാറുന്ന ലഹരിയാണത്. എന്താ ചെയ്യണമെന്ന് അവന് പോലും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിച്ച പാഠം, ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, അവനവന്റെ കാര്യം നോക്കി വീട്ടിലിരിക്കുക, മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കുക. ഇത് ആരെന്ത് ചെയ്താലും നമ്മൾ അതിനൊരു പ്രതികരണ ശേഷി ഇല്ലാതെ ഇരുന്നാൽ നമ്മളോട് ശത്രുത ആർക്കും ഉണ്ടാവൂല. അങ്ങനെ വേണോ? ഇപ്പൊ അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ചേച്ചി ചോദിച്ച പോലെ വോട്ട് ചെയ്യാനെങ്കിലും ജീവൻ വേണ്ട സാർ. ശരി. ഏതായാലും ശ്രീ ജോസഫിന്റെ അഭിപ്രായം ഞാൻ മാനിക്കുന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. നമ്മുടെ സന്തോഷ് കാസർഗോഡ് നിന്ന് വിളിക്കുന്നു. സന്തോഷ്. ഹലോ, നമസ്കാരം. നമസ്കാരം സന്തോഷ്. എന്തുണ്ട് വിശേഷം? ഈ കൊലപാതകത്തിന്റെ തുടർ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു സന്തോഷിന്? ഞാൻ ഇതേ കാര്യത്തിന് കുറച്ചു കാലം മുമ്പ് വിളിച്ചതാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ നിയമത്തിലുള്ള കുറെ പഴുതുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതായത് പിന്നെ പരോളിൽ ഇറങ്ങിയ ഒരു പ്രതി വീണ്ടും കൊല നടത്തുക എന്ന് പറയുമ്പോ അത് അയാൾക്ക് ജാമ്യം അല്ലെങ്കിൽ പരോള് നിഷേധിക്കണം എന്റെ അഭിപ്രായം. സന്തോഷം, വളരെ വ്യക്തമാണ്. ഇതിൽ എനിക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ്. നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കാം. സന്തോഷം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണല്ലോ. ജംഷഡ്പൂരിൽ നിന്നുകൂടി ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയ്, ജംഷഡ്പൂരിൽ ഇരുന്ന് പൊതുവേദി കാണുന്നുവെന്ന് അറിഞ്ഞതിൽ സന്തോഷം. നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് മലയാളികൾ പൊതുവേദിയിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ ജംഷഡ്പൂരിലൊക്കെ ഇത് ചർച്ചാ വിഷയമായോ ശ്രീ ജയ്? ആളുകളൊക്കെ ചർച്ച ചെയ്യും മലയാളികൾക്കിടയിലൊക്കെ അല്ലേ? അത് ശരി. ഓഹോ, ഇതെന്താണ് ഈ പറയാനുള്ളത്? ഇത് ഈ കുറ്റവാളി, ഈ ജാമ്യം കിട്ടിയ കുറ്റവാളിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് നമ്മുടെ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കോടതിയുടെ അടുത്ത് 2 പ്രാവശ്യം. പക്ഷെ കോടതി ആ ജാമ്യം റദ്ദ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ കൊല്ലപ്പെട്ട ഇവര് ഇന്ന് ജീവിച്ചിരുന്നേ. പക്ഷെ സത്യത്തിൽ ഇതിന്റെ ഉത്തരവാദി കോടതിയല്ലേ. കോടതി ജാമ്യം റദ്ദ് ചെയ്താൽ പോരായിരുന്നു. അപ്പൊ പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോലീസിനെ നമ്മൾ എല്ലായിടത്തും കുറ്റം പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഇവർ വന്ന് പരാതി കൊടുത്തൊരു സാഹചര്യത്തിൽ പോലീസ് ഒരു അല്പം ജാഗ്രത പുലർത്തണമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ജാഗ്രത പുലർത്തണമായിരുന്നു. അതുപോലെ തന്നെ ഈ കുറ്റവാളിയുടെ ഒരു ജാമ്യം കിട്ട ഒരു പ്രതിയുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ഒരു പോലീസ് കോടതിയോട് ആവശ്യപ്പെടുമ്പോൾ അയാൾ അത്രമാത്രം ഒരു ക്രൂരനാണ്. അതുകൊണ്ടല്ലേ. അപ്പൊ അത് കോടതി അത് കാര്യമായിട്ട് എടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ കോടതി സീരിയസ് ആയിട്ട് എടുത്തില്ല. ജാമ്യം റദ്ദ് ചെയ്ത് ഇയാളെ വീണ്ടും ജയിലിൽ പറഞ്ഞു വിടണമായിരുന്നു. പക്ഷെ അത് കോടതി കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ 2 പേർ കൊല്ലപ്പെട്ടത്. ആ ജാമ്യക്കാരനെ ഒന്നും കൂടെ വിളിച്ച് കോടതി ഒന്ന് ചോദിക്കണമായിരുന്നു, ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾ ഈ ജാമ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന്. അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലേ, അങ്ങനെയൊക്കെ ഉള്ള പുതിയ എന്തെങ്കിലും സംവിധാനങ്ങളോ ആലോചനകളൊക്കെ വരണം. അതെ, ഞാൻ പറഞ്ഞത് സത്യത്തിൽ ഇതിന് ഉത്തരവാദി കോടതിയാണ്. കോടതി ഇതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. ഇതില് ഈ പലയിടത്തും ഞാൻ പല കേസുകളിലും ശ്രീ ജയ്, നമ്മൾ ഈ പോക്സോ കേസുകൾ പ്രത്യേകിച്ച് ഞങ്ങൾ ഇതിവിടെ വളരെ പ്രാധാന്യത്തോടെ ഇത് കാണുകയാണ്. കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്നു, ഇവരെ ജയിലിൽ അടയ്ക്കുന്നു, ഇവർ മടങ്ങി വന്ന് ജാമ്യം എടുത്ത് വീണ്ടും കുട്ടികളെ ആക്രമിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ഇത് എന്തൊരു ക്രൂരതയാണ് ഇത്. ഇത്രയും ജയിലിൽ കിടന്നാലും ഇതൊന്നും പഠിക്കുന്നില്ല എന്നുള്ള. പണ്ട് ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊരു പോലീസ് ആ വഴി എന്തെങ്കിലും വേറെ വഴി ചോദിച്ചു വന്നാൽ പോലും നാട്ടുകാർ ഓടി വരും, എന്താ പോലീസ് വന്നത് എന്ന്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു എന്നാൽ അതൊരു ഭയമായി, അതൊരു മോശമായി, വീട്ടിനൊരു നാണക്കേടാണ് എന്ന തരത്തിലായിരുന്നു ആളുകൾ കണ്ടിരുന്നത്. ഇപ്പൊ ഇതൊക്കെ ഒരു അഭിമാന ചിഹ്നമായി മാറി. പോലീസ് ഞാൻ പറയട്ടെ, പോക്സോ കേസുകൾ കേരളത്തിൽ മാത്രമല്ല, ഇത് 4 ഇരട്ടി മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ച കേസുകളെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനം ഞാനൊക്കെ താമസിക്കുന്ന ജാർഖണ്ഡിൽ പോക്സോ കേസ് 4 ഇരട്ടി ഉണ്ട് ഇത് കേരളത്തിന്റെ. അതൊന്നും പുറത്തേ വരുന്നില്ല അല്ലേ? പുറത്തു വരുന്നില്ല. അവര് പുറത്തു വരുന്നത് ഇവിടുത്തെ പോലീസ് പോലല്ല. കേരള പോലീസ് നല്ല ആത്മാർത്ഥമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നവര്. നമ്മൾ കേരള പോലീസിന്റെ വാല്യൂ വരണമെങ്കിൽ മറ്റു സംസ്ഥാനത്ത് പോകണം. അവിടെ ഈ ജാർഖണ്ഡിലെ മന്ത്രി ശിബു സോറൻ പോരാ അല്ലേ? പോരാ ഒരു കേസ് ഇവിടെ നമ്മൾ മറ്റു സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കേരള പോലീസിന്റെ വാല്യൂ ആത്മാർത്ഥമായിട്ട് കേരള പോലീസ് ഡ്യൂട്ടി ചെയ്യുന്നത്. നമ്മള് ഇവിടെ നിന്ന് നമ്മൾ 24 hour കേരള പോലീസ് ഓപ്പൺ അല്ലേ. എപ്പം ചെന്നാലും ആൾക്കാർ FIR രജിസ്റ്റർ ചെയ്യാം. നമുക്ക് എപ്പം വെള്ളം ഇവിടെ പറ്റത്തില്ല. അങ്ങനെ അവിടെ സാഹചര്യം അവിടെ എങ്ങനെയാണ്? കുറെ കൂടെ എളുപ്പമാണ്. പോക്സോ ഒക്കെ വന്നാൽ ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല, അങ്ങനെ പോവുകയാണോ? അങ്ങനെ പോക്സോ കേസുകളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യത്തില്ല സാറേ. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും നല്ല പോലീസ്, ഇന്ത്യയിലെ ടോപ്പ് പോലീസാണ് കേരള പോലീസ്. അത് ഈ പൊതുവേദി ഈ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെ പ്രതികരണം നേടുന്നതിൽ ഒരു പ്രധാന കാര്യം ഇതാണ്. കാരണം നമ്മൾ മറ്റുള്ളവരുമായി കൂടി ഒരു താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ള, ചിലതിൽ നമ്മൾ പുറകിലായിരിക്കാം, ചിലതിൽ നമ്മൾ മുന്നിലായിരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ഓർക്കണം. നമ്മൾ കേരള പോലീസിനെ വിമർശിക്കുന്നവർ ആദ്യം മറ്റ് സംസ്ഥാനം, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനം, ജാർഖണ്ഡ്, UP സ്ഥലങ്ങളിൽ പോകണം. അവിടുത്തെ പോലീസൊക്കെ നമ്മളൊരു പരാതി കൊണ്ട് ചെന്നാൽ അവർ നമ്മൾ മനസ്സിലാവും നമ്മൾ ഇവിടുത്തുകാരല്ല, സൗത്ത് ഇന്ത്യൻ മലയാളി. അവർ അത് കേസ് കാര്യമായിട്ട് എടുക്കണം. ആ പൊക്കോ ഞങ്ങൾ അന്വേഷിക്കാം. പക്ഷെ കേരള പോലീസ് അങ്ങനെയല്ല. നമ്മുടെ എത്ര ബംഗാളികളും ഹിന്ദിക്കാരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആരും എന്തായാലും അവർ കേസ് എല്ലാവരും ഈക്വലായിട്ട് അവർ കരുതുന്നു കേരള പോലീസ്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളല്ല. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണല്ലോ. അവർക്ക് മനസ്സിലാവും ഇവര് സൗത്ത് ഇന്ത്യനാണ്, മദ്രാസി എന്നാ പറയുന്നത്, മദ്രാസി. അപ്പൊ അവര് ആ രീതിയിൽ അന്വേഷിക്കുന്നില്ല. വ്യക്തമാണ്. ഏതായാലും ശ്രീ ജയ്, ജംഷഡ്പൂരിലെ ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലിരുന്ന് പൊതുവേദി കാണുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. NYC ലൈവ് പറയുന്നു 4 ഇരട്ടി ഉണ്ട് ജാർഖണ്ഡിൽ. എത്ര പോലീസ് അറിയുന്നില്ല, പക്ഷേ ലൈവിൽ ഫോൺ വിളിക്കുന്നയാൾ അറിയുന്നുണ്ട് എല്ലാം എന്നാണ് പറയുന്നത്. അത് എന്താണ്, ചിലർ ഇതിലും സർക്കാരിൻ്റെ മെക്കിട്ട്
കയറാൻ ശ്രമിക്കുന്നതെന്ന് സെബാസ്റ്റ്യൻ ചെറമേൽ പറയുന്നു. സെബാസ്റ്റ്യൻ ചെറമേൽ സർക്കാരിനെ ആക്ഷേപിക്കുന്നതിനെതിരാണ് എന്ന് തോന്നുന്നു. അശോക് കുമാർ പറയുന്നു CCTV സെറ്റ് കഴിയുന്നവിടെയെല്ലാം CCTV സെറ്റ് ചെയ്യണം, ആധുനികമായ ആത്മരക്ഷാ ഉപകരണം കരുതണം, പ്രത്യേകിച്ച് ഈ മാതിരിയുള്ള സൈക്കോ ഭീഷണിയുള്ളവരെ എന്ന് പറയുന്നു. സ്പോർട്സ് ഗുരു അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ രമേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ഇതിൽ സ്പോർട്സ് ഗുരു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും രമേഷ് കുമാർ എന്നാണ് പേര്. ഷൊർണൂരിലാണ്. ഭാര്യ നഗരസഭ കൗൺസിലറാണ്. ഇതാണ് പൊതുവേദിയുടെ ഒരു സവിശേഷത കേട്ടോ. പല ആളുകളും ജനപ്രതിനിധികളാണ്, പൊതുജന താല്പര്യ രംഗത്തൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അത്തരം ആളുകൾ പൊതുവേദി കാണുമ്പോൾ പൊതുജനങ്ങൾക്കും അതിൻ്റെ ഗുണമുണ്ടാകും എന്ന് ഞാനും വിചാരിക്കുകയാണ്. ഏതായാലും രമേഷ് കുമാറിനും നഗരസഭാ കൗൺസിലറായ ഭാര്യയ്ക്കും ആശംസകൾ നേരുന്നു. ഒരു പ്രേക്ഷകൻ ദീപു ഇന്നും സമയമില്ല, 58ആയി. ഒരു ചുരുങ്ങിയ വാക്കുകൾ ദീപുവിന് സമയം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ കൊടുക്കാൻ സമയമില്ല താനും. 2019 ഈ ആള് ഒരാളെ കൊല്ലുന്ന, ആ കുടുംബത്തിലെ ഒരാളെ ഭാര്യയെ കൊല്ലുന്നത്. 2022 അയാൾക്ക് ജാമ്യം കൊടുക്കുന്നു. ആ നെന്മാറ ഭാഗത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ജാമ്യം കൊടുക്കുന്നത്. അയാൾ പോയിട്ട് കോടതിയോട് പറഞ്ഞു ഞാൻ ഡ്രൈവറാണ്, എനിക്ക് എല്ലാവിടെയും സഞ്ചരിക്കണം എന്ന് പറഞ്ഞു. അപ്പം പോലീസ് പറഞ്ഞു ഇയാളെ അവിടെ കയറാൻ അനുവദിക്കരുത്, ഇത് ഭീഷണിയുണ്ട്, ഇയാൾക്ക് ഈ പ്രദേശത്ത് കയറാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞു. കോടതി അത് കാണിക്കാതെ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. മീൻസ് വ്യവസ്ഥയിൽ ഇളവ് കൊടുത്തു, അവിടെ കയറാന്ന് പറഞ്ഞു. ഈ കയറാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ അയാളെ കയറി എവിടെയെങ്കിലും ആ ഭാഗത്ത് കയറിയിരുന്നെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്ത് അകത്തിടായിരുന്നു. ഈ കോടതിയാണ് ഇപ്പൊ ഇത് ഈ കാണിച്ചു വെച്ചിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാരണം. എന്തിന്റെ ആവശ്യത്തിനാണ് ഇയാളെ അവിടുന്ന് ഈ കേസിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ തീരാതെ ഇയാൾക്ക് ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കൊടുത്തത്? ഈ 29-ാം തീയതി അവർ പരാതി കൊടുത്തു എന്ന് പറയുന്നു. പോലീസ് അയാളെ വിളിച്ച് സ്റ്റേഷനിൽ വിളിച്ച് താക്കീത് നൽകി. കാരണം 2 വർഷം മുമ്പ് ജാമ്യത്തിൽ ഇറങ്ങിയത്. അപ്പോഴൊന്നും ഇയാൾ ഈ ഇത്തരം കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇത്തരം ഭീഷണികളിലേക്കോ പോകുന്നില്ല. അപ്പം നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ് ദീപു പറഞ്ഞതിലും കാര്യമുണ്ട്. പൊതുവേദി ഈ വിഷയം ഒരു പോൾ നടത്തിയിരുന്നു നമ്മൾ പ്രേക്ഷകർക്കിടയിൽ. ഈ വിഷയം, അതായത് നിയമത്തിലെ പഴുതുകൾ കുറ്റവാളികൾ മുതലെടുക്കുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം. 99% ആളുകളും നിയമത്തിലെ പഴുതുകൾ കുറ്റവാളികൾ മുതലെടുക്കുന്നു എന്ന് പറയുന്നു. അത് ശക്തമായി പ്രതിരോധിക്കണം എന്നും പറയുന്നു. NYC പറയുന്നു നമ്മളെക്കാൾ താഴെയുള്ളവരെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് ഇനിയും പോലീസ് ഇനിയും കാര്യക്ഷമമാകണം എന്നും പറയുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.